ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. മാറ്റ്നി ഫ്രീ വെബിനാറിൻ്റെ മറ്റൊരു പുതിയ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലൈഫ് സ്കില്ലുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെഷൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 10 ലൈഫ് സ്കില്ലുകൾ വളരെ എസെൻഷ്യലായിട്ട് നമ്മുടെ ലൈഫിന് ആവശ്യമുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ലൈഫ് സ്കില്ലുകളെ ഒന്ന് ആധികാരികമായി മനസ്സിലാക്കാനും അതിനെയൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു സമസ്യയാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെ തലങ്ങളിലെല്ലാം. പ്രത്യേകിച്ച് 20th സെഞ്ച്വറി സ്കിൽസ് എന്നൊക്കെ പറഞ്ഞ് ഇതിനേക്കാളും അധികം 10ലധികം 25ഓളം സ്കില്ലുകൾ ഇപ്പം വളരെ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്കില്ലുകളെല്ലാം ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു തുടക്കമാണ് ഇത് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വിഷയത്തിലൂടെ മുന്നോട്ട് പോകുന്നത്. ഈ വിഷയം നമുക്ക് വേണ്ടി ഇന്ന് എടുക്കുന്ന എബിയാണ്. എബി ഒരു ട്രെയിനറും ലൈഫ് കോച്ചും ഒക്കെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ലൈഫ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള വ്യക്തിപരമായ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരു നല്ല വിരുന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് ഇമോഷണൽ ഇൻ്റലിജൻസ് ഒരുപക്ഷെ മനുഷ്യൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള, ഇപ്പോൾ പ്രാധാന്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഒരു സെലക്ഷനിലാണെങ്കിലും ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഏരിയയിലൊക്കെ ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ പ്രാധാന്യമുണ്ട്. ഐക്യു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം വളരെ പ്രാധാന്യമുള്ളതാണ്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ട്രെയിനർ എബിയെയും. എബി, യു ആർ വെൽക്കം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. സാബു സാറിന്റെ ഇത്രയും വളരെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇതുപോലൊരു സബ്ജക്റ്റ് എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? ഓഡിബിൾ ആണല്ലോ? യെസ് യെസ്, ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതില് എന്നെ കുറിച്ച് പറയുന്നതിനേക്കാളും നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെ കുറിച്ച് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ തന്നെ പേര് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വിങ്സ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ചിറകുകൾ. അപ്പൊ ജീവിതം എന്താണെന്ന് നമുക്കറിയാം. അതിന്റെ ഒഴുക്ക് ഒരു വ്യക്തിയുടെ എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. പക്ഷേ ഈ ജീവിതം നല്ല ചിറകുകൾ വെച്ചുകൊണ്ട് നമ്മുടെ APJ അബ്ദുൽ കലാം, മഹാനായ ആ മനുഷ്യനെ മനസ്സിൽ ഓർത്തുകൊണ്ട് പറയുകയാണ്, വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ വിങ്സ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ചിറകുകൾ. ഈ ജീവിതത്തിന്റെ ചിറകുകളാണ് ലൈഫ് സ്കിൽസ്. ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാനായിട്ടുള്ള കുറെ സ്കില്ലുകളാണ്. ഈ സ്കില്ലുകൾ നമ്മൾ മനസ്സിലാക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക, അതിനെ പ്രായോഗിക തലത്തിലെത്തിക്കുക, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഏതൊരു വ്യക്തിയും നല്ല ഉത്തമനായ ഒരു വ്യക്തിയായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. പക്ഷെ അവനെ സ്വയം ഒന്ന് പാകപ്പെടുത്തുന്നതിന് സ്കില്ലുകൾ ആവശ്യമാണ്. അപ്പോൾ ലൈഫ് സ്കില്ലുകളില് ബഹുമാനപ്പെട്ട സാബു സാർ പറഞ്ഞ പോലെ വളരെ വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രാമുഖ്യം വഹിക്കുന്ന ഒരു വേർഡാണ്, ഒരു വാചകമാണ് ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരിക ബുദ്ധി. ഒരു വ്യക്തിക്ക് ഇന്ന് എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും വൈകാരിക ബുദ്ധിയിൽ ആ വ്യക്തി എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട്, എത്രത്തോളം അതിൽ ഒരു നല്ല സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് തൻ്റെ ജീവിത വിജയത്തിന്റെ വലിയ ഒരു ഘടകം. നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. ഒരുപാട് സമയം നമ്മൾ അതിനകത്ത് വലിച്ചിലേക്ക് പറയുന്നില്ല. ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് കയറുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ വൈകാരിക ബുദ്ധി, എന്താണ് ഇതിനെന്ന് വെച്ചാൽ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. ഞാനൊന്ന് വായിക്കാം. എബിലിറ്റി ടു റെക്കഗ്നൈസ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് അവർ ഓൺ ഇമോഷൻസ് ആൻഡ് ആസ് വെൽ ആസ്, റിപ്പീറ്റ് ചെയ്യണം അവിടെ, ടു റെക്കഗ്നൈസ്, അണ്ടർസ്റ്റാൻഡ്
പക്ഷെ ഒരു മാറ്റമുണ്ട്, ഇൻഫ്ലുവൻസ് ദ ഇമോഷൻസ് ഓഫ് അതേഴ്സ്. ആ ഡെഫിനിഷനിൽ 2 വാചകങ്ങൾ എല്ലാ പാർട്ടിസിപ്പൻസും ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. മാനേജ്, മറ്റൊന്ന് ഇൻഫ്ലുവൻസ്. എബിലിറ്റി ടു റെക്കോഗ്നൈസ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് അവർ ഓൺ ഇമോഷൻസ്. നമ്മുടെ വികാര ചിന്തകളെ, വികാര വിക്ഷോഭങ്ങളെ, അല്ലെങ്കിൽ വികാര തരത്തിലുള്ള എല്ലാ ഇമോഷൻസിനെയും നമുക്ക് റെക്കോഗ്നൈസ് ചെയ്യുക, നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇമോഷൻസ് എന്ന് പറയുന്നത് വരുന്നത് എന്ത് ഇമോഷൻ ആണെന്ന് നമ്മൾ തിരിച്ചറിയുക കൂടി വേണമല്ലോ. ഒരു എന്ത് സംഭവം നമ്മുടെ കൈ കിട്ടിയാലും ഇത് ശരിയാണ്, ഇത് എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാതിരുന്നാൽ നമുക്കൊരു കാര്യമില്ല. അതിനുശേഷം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, മനസ്സിലാക്കണം ഇത് എന്താണ്. ആൻഡ് ടു മാനേജ്, അതിനെ മാനേജ് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടില്ല, ടു കൺട്രോൾ അവർ ഇമോഷൻസ് എന്ന് വേണമെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ ആ വേർഡ് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്ത് അടിച്ചൊതുക്കി വെക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ മാത്രം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ പ്രശ്നം? ടു റെക്കോഗ്നൈസ്, ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ ഇമോഷൻസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും നമുക്ക് റെക്കോഗ്നൈസ് ചെയ്യാൻ പറ്റണം, അതിനെ മനസ്സിലാക്കാൻ പറ്റണം. അത് മാത്രം പോരാ, നമ്മൾ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ നമ്മൾ മനസ്സിലാക്കി, റെക്കോഗ്നൈസ് ചെയ്തു, അണ്ടർസ്റ്റാൻഡ് ചെയ്തു. പക്ഷെ അത് പോരല്ലോ, നമുക്കതിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം. കാരണം ആ വ്യക്തിയുടെ കൂടെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തി കൂടി ഉള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ഓഫീസിലായാലും, ഒരു പ്രവർത്തനത്തിലായാലും, ഒരു ക്ലബ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണെങ്കിലും, എവിടെയാണെങ്കിലും മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും കൂടി നമ്മൾ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. മറ്റുള്ളവരുടെ ഇമോഷൻസിനെ പോയിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ ഇൻഫ്ലുവൻസ്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പറയുകയാണെങ്കിൽ. ഇതിനെയാണ് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ 2 വാക്കുകൾ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇത്രയും വലിയ ഡെഫിനേഷനെ കുറിച്ച് തലപോകേണ്ട കാര്യമൊന്നുമില്ല. മാനേജ് അവർ ഓൺ ഇമോഷൻസ് ഒന്ന്, ഇൻഫ്ലുവൻസ് ഓൺ അതേഴ്സ് ഇമോഷൻസ്. ഇത്രയും ചിന്തിച്ചാൽ ഇതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റി ഈ ഒരു ഡെഫിനിഷൻ എനിക്ക് പറയാനുള്ളത്. ഈ 2 വേർഡ് മാത്രം ഓർത്തിരിക്കുക. നമ്മുടെ പാർട്ടിസിപ്പൻസിന് അത് മനസ്സിലാവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത സ്ക്രീനിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പൊ നമുക്കൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മനസ്സിലാക്കണം, ഈ എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ അല്ലേ? ഞാൻ പറയുന്നത് വ്യക്തമാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെയാണ്, ക്ലിയർ ആണ്. ഓക്കെ താങ്ക് യു. അപ്പൊ നമുക്കപ്പോ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞു, ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ആരെ മാനേജ് ചെയ്യണം നമുക്ക് നോക്കാം. വാട്ട് ആർ ഇമോഷൻസ്? എന്തൊക്കെ ടൈപ്പ് ഇമോഷൻസ് നമുക്കുണ്ട്? മനുഷ്യന് പല രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് എന്തിനെ നമ്മൾ പട്ടികയാക്കുകയാണല്ലോ എളുപ്പം. നോക്കാം, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇമോഷൻസ് അവിടെ കാണിച്ചിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഇമോഷൻസ്, ബേസിക് അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യനുള്ള ഇമോഷൻസ് എന്തൊക്കെയാണ്? വൈകാരികമായ ചിന്തകൾ. ഒന്ന്, ഹാപ്പിനെസ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇമോഷൻ ഇതാണ്. മറ്റൊന്ന്, എന്താ ഇഷ്ടമല്ല പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇമോഷൻ ഉണ്ട്, സാഡ്നെസ്. നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ നമുക്കത് എത്രത്തോളം ഒഴിവാക്കാൻ പറ്റും? വളരെ പരിമിതിയുണ്ട്. മറ്റൊന്ന് ഫിയർ, പേടി. നമുക്ക് പേടികൾ എന്ന് പറയുന്നത് തന്നെ അത് ഒരുപാട് പഠിക്കാനുള്ള ഒരു വിഷയമാണ്. പിന്നെ നമ്മളെല്ലാവരെയും കുഴക്കുന്നൊരു ഇമോഷനാണ് ബേസിക് ആയിട്ടുള്ളത്, ആങ്കർ. ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്, ആങ്കർ, ദേഷ്യം. ഈ ദേഷ്യത്തെ മാനേജ് ചെയ്യുക, മറ്റൊരാളുടെ ദേഷ്യത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. മറ്റൊന്ന് പറയുന്നത് സർപ്രൈസ്. അത് ബേസിക് ആയിട്ടുള്ള, അതായത് നമുക്ക് പെട്ടെന്ന് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ സർപ്രൈസ് ആയി പോകും. മറ്റൊന്ന് ഡിസ്ഗസ്റ്റ്. തീർച്ചയായിട്ടും വെറുപ്പ് സാധനങ്ങളോടും വ്യക്തികളോടും. ഇതാണ് നമ്മളൊരു മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ഇമോഷൻസ്. മറ്റൊന്ന് സെക്കൻഡറി ഇമോഷൻസ് ആയിട്ടുള്ളത് അടുത്തൊരു ഘട്ടമായിട്ട് നമ്മൾ പറയാം. ഒന്ന് ലവ്, സ്നേഹം.
പ്രണയം, ഇതെല്ലാം നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. ജലസി, അസൂയ. ഗിൽറ്റ്, നമുക്ക് കുറ്റബോധം തോന്നുക. പ്രൈഡ്, പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം. ഷെയിം, ലജ്ജ തോന്നുക. ഹോപ്പ്, പ്രതീക്ഷകൾ. ട്രസ്റ്റ്, വിശ്വാസം. കമ്പാഷൻ, നമുക്ക് കമ്പാഷനേറ്റ് ആയിട്ട് നമുക്കൊരു അനുതാപത്തോടു കൂടി പെരുമാറുക. മറ്റൊന്ന് എമ്പതി. എമ്പതി എന്ന് പറഞ്ഞാല് പുട്ട് അവർ സെൽസ് ഇൻ അതേഴ്സ് ഷൂസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സാഹചര്യമായാലും ഏതൊരു വ്യക്തിയുടെ പ്രശ്നങ്ങളിലായാലും നമ്മൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പം എന്താ, നമ്മൾ അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക. അതാണ് എമ്പതി. തന്മയീഭാവം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇമോഷൻസിൽ ഒന്ന് ബേസിക് ആയിട്ടുള്ള ഇമോഷൻ പറഞ്ഞു, സെക്കൻഡറി ഇമോഷൻ പറഞ്ഞു. നമ്മുടെ അടുത്ത ഇമോഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ഇമോഷൻസ്. നമ്മൾ വ്യക്തി എന്നും സോഷ്യലായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, നമുക്ക് സൊസൈറ്റി ആയിട്ട് വളരെ ബന്ധമുള്ള ആൾക്കാരാണ്. ഇവിടെ നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. പ്രശ്നമല്ല, ഇമോഷൻ. നന്ദി ഉള്ളവനായിരിക്കുന്നത് എങ്ങനെ. മറ്റൊന്ന് എംബറാസ്മെന്റ്. നമുക്കൊരു സിസ്റ്റത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറെ കൺഫ്യൂഷൻസ് ആയിരിക്കും. ഇത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, ഇത് ഇവിടെ നമുക്ക് നമ്മുടെ പൊസിഷൻ എന്താണ്, ഇതിനെ പറ്റിയുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരും. മറ്റൊന്ന് അഡ്മിറേഷൻ. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കീർത്തി, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ അംഗീകരിക്കുക, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ലോൺലിനെസ്, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളൊരു വലിയ ആൾക്കൂട്ടത്തിന് നടുക്കായിരിക്കും, പക്ഷെ മനസ്സിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. റെസ്പെക്ട്, ഹൗ ടു റെസ്പെക്ട് അതേഴ്സ് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഈ തരത്തിൽ 3 തരത്തിൽ നമുക്ക് ഇമോഷൻസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ഇമോഷണൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഇമോഷൻസിനെ വേർതിരിച്ചു, വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ 3ആയിട്ട് തിരിച്ചു. അടുത്തത്, അപ്പൊ ഈ ഇമോഷൻസ്, അപ്പൊ നമുക്ക് തോന്നും ഇപ്പൊ നമ്മൾ ഈ ഇമോഷൻസിനെ കുറിച്ച് എന്തിനാ ഇത്രയധികം പഠിക്കേണ്ട ആവശ്യം എന്താണ്? കാരണം ഇമോഷൻ എന്ന് പറയുന്നത് മനുഷ്യനുണ്ട് വരുന്നതല്ലേ. ദേഷ്യം വരുന്നു, ദുഃഖം വരുന്നു, അല്ലെങ്കിൽ ഒരാളോട് വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ സന്തോഷം വരുന്നു, സാഡ്നെസ് വരുന്നു. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ. ഇത് ആദ്യത്തെ ഒരു കാര്യമല്ലല്ലോ. പിന്നെ ഇത്ര ടെൻഷൻ അടിക്കണേ. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. വൈ ഇമോഷൻസ് ഷുഡ് മാനേജ്. എന്തിനാണ് നമ്മൾ ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്നത്? നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടി എന്തിനും ഇത്രയധികം ഇപ്പൊ നമ്മൾ ഇത്ര ആളുകൾ ഇവിടെ വന്ന് ഈ ഒരു പാർട്ടിസിപ്പേഷന് വന്നിരിക്കുന്നത് പോലെ എന്തിനാണ് ഇമോഷൻസിനെ നമ്മൾ മാനേജ് ചെയ്യണത്? ഇമോഷൻസിനെ മാനേജ് ചെയ്യണം. കാരണം ഇമോഷൻസ് അഫക്ട്സ് ഓൾ. എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇമോഷൻസ് അഫക്ട് ചെയ്യണമെന്നുള്ളത് നമുക്ക് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒന്ന്, ഡിസിഷൻ മേക്കിംഗ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു വ്യക്തിയുടെ ഭാവിയും ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഡിസിഷൻ മേക്കിംഗിലാണ്. അയാൾ ഓരോ സ്ഥാനത്ത് ചെല്ലുമ്പോഴുള്ള ഡിസിഷൻസ് എങ്ങനെ ഇരിക്കുന്നു. രണ്ടാമത് നമുക്കറിയാം റിലേഷൻഷിപ്സ്. ഏത് തരത്തിലായാലുമുള്ള നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷൻസിന്റെ കൺട്രോൾ ചെയ്യുന്നതിലൂടെയാണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കുക, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുക. അവിടെയും ഇമോഷൻസ് നമ്മളെ ബാധിക്കുന്നുണ്ട്. മറ്റൊന്ന് എമ്പതി ഞാൻ പറഞ്ഞു, തന്മയീഭാവം. ഒരു വിഷയം മനസ്സിലാക്കാനായിട്ട് നമ്മളെ തന്നെ അതിനകത്ത് ചിന്തിക്കുന്ന ഒരു രീതി. മറ്റൊന്ന് നോക്കാം, പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അയാളുടെ ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനുള്ള കഴിവിനെ വളരെയധികം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും താഴേക്ക് വരുന്നത് വായിച്ചാൽ അറിയാം. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് തോന്നുന്നു ആളുകൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തില് ഈ വിഷയത്തിൽ അത്ര സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു നിരീക്ഷണം ഇല്ല എന്നുള്ളതാണ്. മെന്റൽ ഹെൽത്ത്, ഒരാളുടെ മെന്റൽ ഹെൽത്ത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് അയാളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവിനെ ബേസ് ചെയ്യണം. അടുത്ത് നോക്കാം, തീർച്ചയായിട്ടും മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും വളരെ റിലേറ്റഡ് ആണ്. ഇവർ പരസ്പര പൂരകങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ മെന്റൽ ഹെൽത്ത് മോശമായി കഴിഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്ത് മോശം. രണ്ടും അങ്ങോട്ടും കോറിലേറ്റഡ് ആണ്. സോ ഇമോഷൻസ് ഷുഡ് ബി മാനേജ്ഡ്. ഇമോഷൻസിനെ എന്തായാലും മാനേജ് ചെയ്തേ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാം ഇമോഷൻസിനെ എന്തുകൊണ്ട് മാനേജ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് എത്രത്തോളം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സുഹൃത്തുക്കളെ, ഞാൻ അടുത്ത ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു വലിയ ഒരു
ലൈറ്റ് ഹൗസ് ആയിട്ടുള്ള ഒരു പ്രകാശ ഗോപുരമായിട്ട് നിൽക്കുന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിയിട്ട് വേണം മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന വേർഡ് ഒരുപാട് മുമ്പ് തന്നെ പല ചർച്ചകളിലും പണ്ട് വന്നിട്ടുണ്ടെങ്കിലും ഇത് ലോകത്ത് ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിച്ച് ആളുകളുടെ ഇടയിലേക്ക് ഏറ്റവും നന്നായിട്ട് എത്തിച്ച ഇങ്ങനെ ഒരു സംഭവം കൂടി ലൈഫ് സ്കില്ലിൽ ഉണ്ട്. ഒരു മനുഷ്യന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു മഹാനായ വ്യക്തിയായിരുന്നു ഡാനിയൽ ഗോൾമാൻ. ഇദ്ദേഹം ഒരു USA സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇമോഷണൽ ഇന്റലിജൻസ്. 1995 ഈ പുസ്തകം വന്നത്. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഡാനിയൽ ഗോൾമാൻ. അപ്പൊ നമ്മള് എവിടെ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞാലും ഗോൾമാൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം അത്രമാത്രം ഇതിനകത്തുള്ള പഠനങ്ങളും ഇദ്ദേഹത്തിലെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ ഇതിന് ഇടയ്ക്ക് ഇദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അടുത്തത് ഇമോഷണൽ ലിറ്ററസി. അപ്പൊ ഇമോഷണൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ നമുക്കിവിടെ തോന്നും, ഇപ്പൊ നമ്മള് പറഞ്ഞു ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനേജ് ചെയ്യുക അവർ ഓൺ ഇമോഷൻസ് ആൻഡ് ഓൾസോ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ് ഇമോഷൻസ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇത് നമ്മൾ തിരിച്ചറിയണ്ടേ. അപ്പൊ ലിറ്ററസി, സാക്ഷരത. ഇമോഷൻസ് ആർ, ഈ ഒരു പോയിന്റ് ആണ് എനിക്ക് മാത്രം പറയാനുള്ളൂ. ഇമോഷൻസ് എന്ന് പറഞ്ഞാല് അപ്പൊ നമുക്ക് തോന്നും, ചേട്ടാ ഈ ഇമോഷൻസ് ഇത്രയും വലിയ പ്രശ്നക്കാരനാണോ എന്ന് ചിലപ്പോൾ ഒരു പക്ഷെ തോന്നിയേക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബാധിക്കുന്നു, ഇത്രയധികം നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ എല്ലാ കാര്യങ്ങളും ബാധിക്കുന്നു, മെന്റൽ ഹെൽത്ത് എല്ലാത്തിനും ബാധിക്കുകയാണ്. അപ്പൊ കുഴപ്പക്കാരനാണോ? അല്ല. ഇമോഷൻസ് ആർ നോട്ട് എഗെയിൻസ്റ്റ് ദ പേഴ്സൺ. ഇമോഷൻസ് ആർ നോട്ട് എഗെയിൻസ്റ്റ് ദ പേഴ്സൺ. നമ്മുടെ വികാരങ്ങൾ നമുക്കെതിരല്ല, ബട്ട് ഫോർ ദ പേഴ്സൺ. അത് വ്യക്തികൾക്ക് വേണ്ടിയാണ്. ഒരു വ്യക്തി അവന്റെ ഏറ്റവും മാനസികാരോഗ്യത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് അദ്ദേഹത്തിന് ഇമോഷൻസ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഒരു ഇമോഷൻസിനെ മാനേജ് ചെയ്യുക, അതുപോലെ മറ്റൊരാളുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ കഴിവാണ്. അതിന്റെ ഇരട്ടി കഴിവാണ് മറ്റൊരാളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അതിൽ വിജയിക്കുന്നവര് ഒരുപാട് മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തികളായിരിക്കും. ഇതാണ് ഇമോഷണൽ ലിറ്ററസി. ഇവിടെ നമ്മൾ ഈ കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഇമോഷൻസ് ആർ നോട്ട് എഗെയിൻസ്റ്റ് us, ഇറ്റ് ഈസ് ഫോർ us. നമുക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ ആയി. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ്, ഇപ്പൊ നമുക്കറിയാം IQ, ഇന്റലിജൻസ് പറഞ്ഞ വേർഡ് ഞാനൊന്ന് എടുത്തു പറയുകയാണ്. നമുക്കറിയാം IQ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഇമോഷണൽ കോയഷന്റ്, സോറി ഇന്റലിജന്റ് കോയഷന്റ്. അതായത് ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇന്റലിജന്റ് കോയഷന്റ് നമുക്കറിയാവുന്നതാണ്. കാരണം IQ ടെസ്റ്റുകൾ, ഇപ്പൊ ഏത് ടെസ്റ്റുകൾ ചെയ്താലും, ഇപ്പൊ PSC ആയാലും UPSC ആയാലും ഇവിടെ എല്ലാം IQ ടെസ്റ്റ് ഉണ്ട്. ഒരാളുടെ സ്പീഡ്, ആക്യുറസി, ഇന്റലിജൻസ് ഇതൊക്കെ അളക്കാനായിട്ട്. അപ്പൊ പ്രത്യേകമായിട്ട് IQ ടെസ്റ്റുകളുണ്ട്. പക്ഷേ EQ എന്ന് പറയുന്ന ഒരു കാര്യവും കൂടിയുണ്ട്, ദാറ്റ് ഈസ് ഇമോഷണൽ ഇന്റലിജൻസ്. വൈകാരികമായിട്ടുള്ള ബുദ്ധി. വൈകാരിക ബുദ്ധി, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഓക്കെ, ഈ ക്വാളിറ്റീസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ വൈകാരിക ബുദ്ധിക്ക് ചില ക്വാളിറ്റീസ് ഉണ്ട്, എന്തൊക്കെയോ ഗുണങ്ങള് നമ്മൾ ആ ഇന്റലിജൻസ് കരസ്ഥമാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ വേണ്ട കാര്യങ്ങളും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് നോക്കാം നമുക്ക്. സെൽഫ് അവയർനെസ്. ഒരു IQ ലെവലിൽ, EQ ലെവലില് ഉയർന്ന തലത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് സെൽഫ് ആയിട്ടുള്ള ഒരു അവയർനെസ് കൂടുതലായി. ഞാൻ പറയുന്നത് സ്പീഡ് കൂടുന്നില്ലല്ലോ അല്ലെ സാറേ? ഇല്ല, കുഴപ്പമില്ല, ഹലോ. ഓക്കെ. അപ്പോ സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇമോഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് എല്ലാ മതങ്ങളും
പഠിപ്പിക്കുന്നത് എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് തലത്തിൽ കേട്ടിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് അറിയാൻ പാടില്ലാത്തതും നമ്മൾ എപ്പോഴും തേടുന്നതും ഒരുപക്ഷെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലായിരിക്കും നമുക്കതിന് കുറെ ഉത്തരങ്ങളും കിട്ടുന്നത്. ഞാൻ ആരാണ്? സെൽഫ് അവയർനെസ്. ഇമോഷണൽ ഇന്റലിജൻസിന്റെ മേഖലയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം കടക്കേണ്ട ഒരു ചവിട്ടുപടി, ആദ്യം കടക്കേണ്ട ഒരു ഏരിയയാണ് സെൽഫ് അവയർനെസ്. ഞാൻ ആരാണ്? എന്റെ സ്വഭാവം എന്താണ്? എനിക്ക് എന്താണ് എൻ്റെ പ്ലസ്, പോസിറ്റീവായ വശങ്ങൾ എന്താണ്? എൻ്റെ നെഗറ്റീവായ വശങ്ങൾ എന്താണ്? സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന സംഭവം കൂട്ടുന്നതിനായിട്ട് നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഒരുപാട് സഹായിക്കും. അത് ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തി നമ്മുടെ ആ ഒരു ക്വാളിറ്റി കൂട്ടുന്നു. അടുത്തത് സെൽഫ് റെഗുലേഷൻ. സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തിയെ റെഗുലേറ്റ് ചെയ്യുക. നമുക്കറിയാം റെഗുലേറ്റർ. അപ്പൊ ഫാനിന്റെ റെഗുലേറ്റർ എന്ന് നമുക്കറിയാം. ഫാൻ നമ്മൾ ഈ റെഗുലേറ്റർ ഇല്ലാതെ ഓൺ ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും? അതിന്റെ ഫുൾ സ്പീഡിലായിരിക്കും കറങ്ങും. ഒരു കൺട്രോളും ഇല്ല. അതിന് കിട്ടുന്ന മാക്സിമം കറണ്ട് അങ്ങോട്ട് എടുക്കുക, അതിന് പറ്റാവുന്നതിന്റെ മാക്സിമം സ്പീഡിൽ അങ്ങ് കറങ്ങുക, ഇത്രേ ഉള്ളൂ. അവിടെ റെഗുലേറ്റർ പിടിപ്പിക്കുമ്പോൾ എന്താ, നമുക്ക് ആവശ്യമുള്ള സ്പീഡിലേക്ക് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പൊ നമ്മള് ഈ ഇമോഷൻസ് പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് ആ ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അതിന് എല്ലാം ഇപ്പൊ ആംഗ്രി എന്ന് പറയുന്ന ഇമോഷനും പൂർണ്ണമായിട്ടും മോശമാണെന്ന് പറയാൻ പറ്റുമോ? കാരണം ചില സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ച് ദേഷ്യം കാണിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. ഒരു സൂപ്പർവൈസർ, ഇപ്പൊ അയാളുടെ എംപ്ലോയി കൃത്യമായിട്ട് ഒരു വർക്ക് ചെയ്യുന്നില്ല, അയാളോട് വളരെ ചിരിച്ച് കളിച്ച് എന്തോരം നേരം നിൽക്കാൻ പറ്റും? വർക്കുകൾ തീരണം. അപ്പൊ നമ്മൾ ഇത്തിരി ദേഷ്യപ്പെടേണ്ടി വരും. പക്ഷെ അത് ഹൗ മച്ച് എന്നുള്ളതാണ് അതിന്റെ കാര്യം. സെൽഫ് റെഗുലേഷൻ, നമ്മളെ റെഗുലേറ്റ് ചെയ്യാന്നുള്ള ക്വാളിറ്റി കൂട്ടുന്നതിന് ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ സഹായിക്കുന്നു. മറ്റൊന്ന് സോഷ്യൽ സ്കിൽസ്. നമുക്കറിയാം, എൻ്റെ ഒരു നിരീക്ഷണമാണ്, നമ്മൾ നല്ല ബുദ്ധിമാന്മാരായ ഒരുപാട് വ്യക്തികൾ, എൻ്റെ കൂടെ ഞങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച ഒരുപാട് വ്യക്തികളെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, ഇവര് ഭയങ്കര ബുദ്ധിമാന്മാരാണ്. പക്ഷെ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല, ആളുകളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, വ്യക്തികളുമായി ഇടപെട്ട് ഒരു പ്രോഗ്രാം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവാനോ പറ്റാറില്ല. അതെന്തുകൊണ്ടാണ്? സോഷ്യൽ സ്കിൽസ്. ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനും ഇമോഷണൽ ഇന്റലിജൻസ് നമ്മളെ സഹായിക്കും. അതും ഇതിന്റെ ഒരു ക്വാളിറ്റിയാണ്. മറ്റൊന്ന് ഇന്റേണൽ മോട്ടിവേഷൻ. ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള, വൈകാരിക ബുദ്ധിയെ, വൈകാരങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്ക്, മറ്റുള്ളവരുടെ വികാരങ്ങളെ അല്ലെങ്കിൽ വൈകാരിക ബുദ്ധിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നവർക്കുടെ ഇന്റേണൽ മോട്ടിവേഷൻ ഭയങ്കര കൂടുതലായി. ഇന്റേണൽ മോട്ടിവേഷൻ ഇന്റേണൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ പ്രചോദിപ്പിക്കുക. നമ്മൾ ആരാണെന്നുള്ളതും നമ്മുടെ ഒരു ആത്മവിശ്വാസം, ഈ ആത്മവിശ്വാസവും അഹങ്കാരവും തമ്മിലുള്ള ഒരു വേർതിരിവ് എന്ന് പറയുന്നത് വളരെ നേർത്തതാണ്. ഈ ആത്മവിശ്വാസം പലർക്കും പറ്റുന്ന ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അഹങ്കാരത്തിലേക്ക് പോകും. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനും നമ്മളെ അഹങ്കാരത്തിന്റെ ലെവലിലേക്ക് പോയി താഴെ നിർത്താനും നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു നേട്ടമാണ്. അപ്പൊ നമ്മുടെ സ്കില്ലുകളും നമ്മുടെ കഴിവുകളും മറ്റുള്ളവരെ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനും, ഇനി അതിനകത്തൊരു ഫെയിലർ വന്നാൽ പരാജയങ്ങൾ സ്വീകരിക്കാനും നമുക്കുള്ള ഒരു മാനസികാവസ്ഥ കിട്ടും. ഇന്റേണൽ മോട്ടിവേഷൻ. മറ്റൊരു ക്വാളിറ്റിയാണ് എംപതി. എംപതി നമ്മൾ പറഞ്ഞു തന്മയീഭാവം. നമ്മള് പ്രത്യേകിച്ച് ഒരു കൗൺസിലറിങ് ആയിട്ടൊക്കെ ഉള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൗൺസിലറുടെ ഒരു അടിസ്ഥാനപരമായ ക്വാളിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് എംപതി എന്നുള്ളൊരു ഭാവം. പക്ഷെ അത് പൂർണ്ണമായിട്ട് എംപതി അല്ല. പൂർണ്ണമായിട്ട് എംപതി ആയാലും കുഴപ്പമാണ്. എംപതി എന്നുള്ളൊരു സ്റ്റാറ്റസിലേക്ക് ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളെ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് അദ്ദേഹത്തെ കുറച്ചുകൂടി കറക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വഴി പറഞ്ഞു കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഒരു കൗൺസിലർക്ക്. അത് കൗൺസിലർ എന്ന തലത്തിൽ മാത്രമല്ല, ഏത് മേഖലയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏത് സോഷ്യൽ സ്കിൽസിലായാലും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും നമ്മൾ
പുറത്ത് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വേദിയിലാണെങ്കിലും എമ്പതി മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ പറ്റിയാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് വ്യക്തികളായിട്ടുള്ള നമ്മുടെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഒരുപക്ഷെ നമുക്ക് മാറ്റാൻ പറ്റും. സോ ഇമോഷണൽ ഇന്റലിജൻസ് ഹാവ് എ ക്വാളിറ്റി ഓഫ് എമ്പതി. അപ്പൊ ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത്രയും ക്വാളിറ്റീസ് എപ്പോഴും പോസിറ്റീവ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സെൽഫ് അവയർനെസ്, നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുക. സെൽഫ് റെഗുലേഷൻ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നല്ല രീതിയിലാക്കുക. സോഷ്യൽ സ്കിൽസ് കൂട്ടുക. ഇന്റേണൽ മോട്ടിവേഷൻ ആൻഡ് എമ്പതി. ദീസ് ആർ ദ ക്വാളിറ്റീസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. സുഹൃത്തുക്കളെ, അടുത്ത ഒരു സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. അപ്പോ നമുക്കറിയാം ഇമോഷണൽ ഇന്റലിജൻസിന്റെ ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോ നമുക്ക് തോന്നും ഈ ക്വാളിറ്റീസിലേക്ക് നമുക്ക് എത്താനായിട്ട് നമുക്ക് എന്താ കുഴപ്പമുണ്ടാക്കണത്, എന്തൊക്കെയോ. അപ്പൊ എനിക്കിപ്പോ ഇമോഷണൽ ഇന്റലിജൻസ് കുറവാണെങ്കിൽ, വൈകാരിക ബുദ്ധി കുറവാണെങ്കിൽ, അപ്പോ എന്തൊക്കെയോ കാര്യങ്ങള്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പിടിച്ചു വലിക്കുന്നു. അത് ഉറപ്പാണല്ലോ. അപ്പൊ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ അത് എന്താണെന്നറിയാം. അതാണ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്. അവിടെയാണ് സെൽഫ് അവയർനെസ്. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുക. നോക്കാം പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ഫാക്ടേഴ്സ് അഗൈൻസ്റ്റ് ഇമോഷണൽ ഇന്റലിജൻസ്. നമ്മുടെ വൈകാരിക ബുദ്ധിയെ ഏറ്റവും കൂടുതൽ പിടിച്ചു വലിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ താഴേക്കുമാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ വന്നേക്കണം. ഒന്ന് നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഇത് വളരെ വിശാലമായിട്ടും പരന്നും പഠിക്കാൻ പറ്റുന്ന ഹെഡിങ്ങുകളാണ്. അത്ര വലിയ ഒരു ആശയങ്ങൾ പറയാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഹെഡിങ്ങുകളാണ്. നമുക്ക് ഓരോന്നായിട്ട് വളരെ പരിമിതമായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, നെഗറ്റീവ് തോട്ട്സ്. എനിക്ക് തോന്നുന്നത് ഈ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഏത് വ്യക്തിയോട് എന്ത് കാര്യം സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നിരീക്ഷണമാണ്, കേരളത്തിലെ ആളുകൾക്ക് കൂടുതലും നെഗറ്റിവിറ്റിയോട് ഒരു പ്രത്യേകമായ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അതൊരു പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളിലേക്ക് കൂടുതലായിട്ട് തന്നിരിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നെഗറ്റീവ് ന്യൂസ്, നെഗറ്റീവായിട്ടുള്ള വാർത്തകൾക്കും നെഗറ്റീവായിട്ടുള്ള എന്ത് കാര്യങ്ങളോടും ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ആത്യന്തികമായിട്ട് നമ്മളെ തന്നെ അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് വൺ ഓഫ് ദി ഫാക്ടർ അഗൈൻസ്റ്റ് ദ ഇമോഷണൽ ഇന്റലിജൻസ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഇമോഷണൽ ഇന്റലിജൻസ്, ഒരു പോസിറ്റീവ് തോട്ടും നെഗറ്റീവ് തോട്ടും. എല്ലാവരും പറയുന്ന ഒരു ഉദാഹരണം ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒന്ന്, ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ട്, ഹാഫ് ഓഫ് വാട്ടർ. രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ ചിന്തിക്കാം. ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ചിന്തിക്കാം? ദ ഗ്ലാസ് ഈസ് ഹാഫ് ഫിൽഡ്. ആ ഗ്ലാസ് പകുതി നിറഞ്ഞിരിക്കണം. പകുതി വെള്ളം ഉണ്ടല്ലോ, അത് എംപ്റ്റി അല്ല, ഒരു പകുതി വെള്ളം അതിനകത്തുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഹാപ്പി. എനിക്കൊരു പകുതി വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ഉണ്ടല്ലോ. പക്ഷെ ഒരു നെഗറ്റീവ് തോട്ടിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ചിന്തിക്കുന്നത് ആ പകുതി വെള്ളം ഉണ്ട് എന്നല്ല, ഇറ്റ് ഹാവ് ഓൺലി ഹാഫ് ഓഫ് ഗ്ലാസ്. അത് മുഴുവൻ ഉണ്ടായിരുന്ന എത്ര നന്നായിരുന്നു, അതിനകത്ത് പകുതി ഉള്ളൂ. ഇതാണ് വൺ ഓഫ് ദി ഫാക്ടർ. എന്തിലും നെഗറ്റിവിറ്റി കണ്ടെത്തുക. പക്ഷെ അതിനകത്ത് നമുക്കൊരു പോസിറ്റിവിറ്റി കാണാനായിട്ട് പറ്റിയാൽ, അതൊരു പോസിറ്റീവ് സൈഡിലേക്ക് നമുക്കതിനെ, നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തത് എൻവി. എൻവി എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഇമോഷണൽ ആണ്, ഒരു ചിന്തകളാണ്. അസൂയ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിക്കാനായിട്ട് ഭയങ്കര മടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആളുകൾക്ക് അത് വലിയൊരു മടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്തോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്തോ ഒരു ചെറുതായി പോവോ, അല്ലെങ്കിൽ ആ ആള് വലിയ ആളായി പോവോ, അങ്ങനെയൊക്കെ എന്തോ തോട്ടാന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര മടിയാണ്. അപ്പൊ ഒരു മോശമായ ഒരു കാര്യമാണെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ ചാടിക്കറി പറയുന്നതിന് നമ്മൾ താല്പര്യവും കാണിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് വളരാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു എളുപ്പ വഴി, നല്ലതിനെ മുക്തകണ്ഠം നമ്മൾ പ്രശംസിക്കും.
ഒരു മടിയും വരിക. നമ്മൾ വളരാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഒരു പൊസസീവ്നെസ് പറയുന്നതല്ല. നമ്മൾ ഒരു വ്യക്തി ഒരു നല്ല കാര്യം ചെയ്താൽ അയാളെ പരസ്യമായിട്ട് അഭിനന്ദിക്കാൻ നമ്മൾ തയ്യാറാവുക. പരസ്യമായിട്ട് നമ്മൾ അഭിനന്ദിക്കുന്നവരുടെ ചെയ്യുന്നത്, അപ്പൊ ഇതുകൊണ്ട് നമുക്കൊരു തോന്നൽ ചിലപ്പോൾ ഉണ്ടാവും, ഇതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? ആ വ്യക്തിക്കല്ലേ അഡ്വാൻറ്റേജ് കിട്ടുന്നത്, നമുക്കാണ് സത്യത്തിൽ അതിന്റെ പ്രയോജനം. ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാല് നമ്മളിലേക്ക് പോസിറ്റിവിറ്റി കടന്നു വരികയാണ്, നമ്മളിലേക്ക് ഒരു പുതിയ കാര്യം ചെയ്യാനുള്ള ചിന്ത വരികയാണ്, ഒരു പുതിയ റിലേഷൻ അവിടെ ഡെവലപ്പ് ചെയ്യണം. ആ വ്യക്തി ഒരിക്കലും അയാളുടെ ഒരു നല്ല കാര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും മറന്നുപോകില്ല. നമ്മൾ മറന്നുപോകും. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, നമ്മളൊരു ഒരു നാടകം അഭിനയിച്ചു, അല്ലെങ്കിൽ ഒരു പാട്ട് പാടി, ഏത് വേദിയിലായാലും നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ആ ഒരു വ്യക്തി വന്നിട്ട് പറയാണ് കൊള്ളാം, നന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറന്നുപോകില്ല, ആ വ്യക്തിയെയും മറക്കില്ല. അപ്പൊ അത് എപ്പോഴും നമുക്ക് പോസിറ്റീവ് ക്രിയേഷനാണ്. പക്ഷെ ഈ എൻവി എന്ന് പറയുന്ന സംഭവം, ഈ അസൂയ നമ്മളെ അവിടെ തടയും. അവൻ അത്ര വലിയ നല്ല പുള്ളിയാവണ്ട, അതിന്റെ ആവശ്യമില്ല. അത് ആക്ച്വലി ഇത് നമ്മളെ തന്നെ നശിപ്പിക്കുകയാണെന്നുള്ളതാണ് സത്യം. നമ്മുടെ ക്വാളിറ്റീസിനെ കുറയ്ക്കുന്നു. അടുത്തത് ആങ്സൈറ്റി അബൌട്ട് ഡിഫീറ്റ്. അതൊരു വലിയ പ്രശ്നമാണ്. ഏത് കാര്യം ചെയ്യണമെങ്കിലും ഒരു തുടക്കത്തിലേക്ക് വരാൻ നമുക്ക് എല്ലാവർക്കും മടിയാണ്. കാരണം എന്താ? ഇത് തോറ്റുപോയാൽ, ഇത് ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് പരാജയപ്പെട്ട എന്ത് ചെയ്യും, ഇതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, അത് തുടങ്ങില്ല. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താ? നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു പുരോഗതിയിലേക്ക് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആങ്സൈറ്റി അബൌട്ട് ഡിഫീറ്റ്, ഇത് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസിനെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അനാവശ്യമായ ആങ്സൈറ്റി. തോക്കട്ടെ, ഇവിടെ മുഴുവൻ ജയങ്ങളായിരുന്നെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇവിടെയുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തവും പരാജയ ഭീതിയിൽ ആഴ്ന്നു നിൽക്കുന്ന സയന്റിസ്റ്റുകളായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതായ ഒരു ശാസ്ത്രീയ നേട്ടവും ഉണ്ടാവില്ല. നമ്മളിന്നിപ്പോ ഒരു ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണേ? നമ്മുടെ മൊബൈലിൽ ഇരുന്ന് നമ്മൾ പൈസ കൊടുക്കുന്നു, മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ടിക്കറ്റ് കിട്ടുന്നു, നമുക്ക് സമയത്ത് ചെല്ലുന്നു, നമ്മൾ പോകുന്നു. പക്ഷെ ഇത് എങ്ങനെയാണ് ഇത് വന്നത്? ഇതിന്റെ അങ്ങേ റൈറ്റ് സഹോദരന്മാരുടെ കാലഘട്ടത്തിന് ഇത്തിരിയുടെ മുമ്പോട്ട് ചിന്തിച്ചാൽ, സ്വന്തം കയ്യില് ചിറക് വെച്ച് കെട്ടിയിട്ട് ഈഫൽ ഗോപുരത്തിന്റെ മുകളിൽ നിന്നും ആളുകൾ എടുത്ത് ചാടിയിട്ടുണ്ട്, പറക്കാൻ നോക്കിയതാ. അപ്പൊ അവരുടെ ആങ്സൈറ്റി അബൌട്ട് ഡിഫീറ്റിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം നമുക്ക്. അപ്പൊ എത്രയോ ആളുകൾ അങ്ങനെ ശ്രമിച്ചു, പരാജയപ്പെട്ടു. അത് ശരിയോ തെറ്റോ എന്നുള്ള ഞാൻ പറഞ്ഞത്, നമ്മൾ ഇത്ര ആങ്സൈറ്റി വേണ്ട ഡിഫീറ്റിനെ കുറിച്ച്. അത് തോറ്റോട്ടെ, നമ്മൾ വീണ്ടും ശ്രമിക്കും. നെക്സ്റ്റ്, സാഡൻസ്, അനാവശ്യമായ ദുഃഖം. ഞാൻ ഒരുപാട് ഡ്രാഗ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു, പക്ഷെ ഞാൻ പോയിന്റുകൾ ഒന്ന് സ്പെസിഫിക് പറയാൻ വേണ്ടി പറയുന്നു എന്നുള്ളൂ. സാഡ്നെസ്, ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരില്ല. നമ്മള് ഏത് കാലഘട്ടത്തിലൂടെ കടന്നുപോയാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ദുഃഖം എപ്പോഴും ഉണ്ടാവും. എന്തെല്ലാം ദുഃഖങ്ങളാണ് നമുക്കുള്ളത്. ഒന്നുമില്ലെങ്കിലും ചുമ്മാ ദുഃഖിക്കുക, അതും ഒരു സുഖമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ദുഃഖങ്ങളും നമ്മുടെ എമോഷണൽ ഇന്റൻസിനെ കുറിച്ച് ഒരുപാട് പുറകോട്ട് വലിക്കുന്ന ഒന്നാണ്. നോക്കാം, ഞാൻ കൂടുതൽ പരത്താതിരിക്കാൻ വേണ്ടി ഒന്ന് ഇത്തിരി സ്പീഡിൽ പോകാം നമുക്ക്. മറ്റൊന്ന്, ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസിൽ ഞാൻ കൂടുതൽ പറയേണ്ടത്, അത് ഒരുപാട് പറയേണ്ട ഒരു മേഖലയാണ് ഡിപ്രഷൻ. ഇന്ന് നമ്മള് മലയാളി സമൂഹത്തില് വലിയൊരു വില്ലനുണ്ട്. പക്ഷെ ഈ വില്ലനെ ആരും അധികം തിരിച്ചറിയുന്നില്ല, പുറത്തു പോകുന്നില്ല, മനസ്സിലാക്കുന്നില്ല. കാരണം ഡിപ്രഷന്റെ ഒരു പ്രശ്നം, ഡിപ്രഷൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഡിപ്രഷൻ ഒരു അസുഖമായിട്ട് നമ്മൾ തിരിച്ചറിയുമ്പോഴേക്കും അതിന്റെ വലിയൊരു സ്റ്റേജ് കടന്ന് നമ്മൾ നിൽക്കുകയാണ്. ഡിപ്രഷൻ ഏകദേശം 1 വർഷം നമുക്ക് ഡിപ്രഷൻ്റെതായ അസുഖങ്ങൾ തുടങ്ങിയ ശേഷമാണ് നമുക്ക് ഇത് എന്തോ കുഴപ്പമെന്ന് നോക്കി ഒരാളുടെ സഹായം തേടുകയും
അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയും ചെയ്യാണ്, നിങ്ങൾക്ക് ഡിപ്രഷൻ ആണ്, ഇങ്ങനെ ഒരു അസുഖമാണ്, നിങ്ങൾ മരുന്ന് കഴിക്കണം എന്ന് പറയുമ്പോൾ മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഡിപ്രഷൻ. ഇത് നമ്മൾ വളരെ വലിയൊരു വില്ലനാണ്. ഇത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മൾ കുറെയൊക്കെ നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും, ഇപ്പൊ നമ്മൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരോട് സംസാരിക്കുമ്പോൾ അവർ കുറെ പേരൊക്കെ എന്താ, നമുക്കറിയാലോ, നമ്മുടെ കൂട്ടുകാരോട് ഇടവ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ പറയും, ഓ നീ അതൊക്കെ വിട്ടുകളാ, അല്ലെങ്കിൽ നീ എന്തിനാ ടെൻഷൻ അടിക്കണേ, അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. ഇതൊക്കെ കേട്ട് 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 നമ്മൾ ആ മനസ്സ് അതിനെ ആ നെഗറ്റിവിറ്റി മൊത്തം അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാല്, നമ്മൾ ആരോടും മിണ്ടാൻ നമുക്ക് ആരുമില്ല, നമ്മുടെ മൊബൈലിലേക്ക് കുറെ ഒതുങ്ങുന്നു. അത് മാത്രമല്ല, ഇന്ന് കേൾക്കാനും ആളുകളില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ വേറൊരു വലിയൊരു പ്രശ്നം. ഈ ഡിപ്രഷൻ ഒരുപാട് ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു വില്ലനാണ്. നെക്സ്റ്റ്, ഇംപേഷ്യൻസ്. നമുക്ക് ക്ഷമയില്ല. അത് നമ്മൾ ഓരോ സ്ക്രീനും സ്ക്രോൾ ചെയ്യുന്ന സ്പീഡ് പോലെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് 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 കിട്ടണം. അത് അങ്ങനെ കിട്ടില്ല. നമ്മൾ കുറച്ചുകൂടി നമ്മൾ ക്ഷമ കാണിച്ചേ പറ്റുള്ളൂ. മറ്റൊന്ന്, ലേസിനെസ്. ലേസിനെസ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ലേസിനെസ് എന്നുള്ളതാണ് ഇമോഷണൽ ഇന്റലിജൻസിനെതിരായിട്ടുള്ള ഒരു ഫാക്ടർ. മറ്റൊന്ന് നോക്കാം, റിവഞ്ച് മൂഡ്. റിവഞ്ച് മൂഡ് എന്ന് പറഞ്ഞാല് പ്രതികാര ബുദ്ധി. ഇതിനെക്കുറിച്ച് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് നമ്മൾ ഇതെല്ലാം കുറച്ചൊക്കെ നമ്മളിലേക്ക് ഒരു എന്താ പറയാ, ഒരു നമ്മൾക്ക് ഉള്ളത് എന്താണോ അതിനകത്ത് തൃപ്തിയായി ജീവിക്കാൻ നമുക്ക് പറ്റാത്തതായ ഒരവസ്ഥയുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആളുകൾ ആ കാര്യത്തിൽ ഭയങ്കര ഭാഗ്യവാന്മാരായിരുന്നു. അത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, എന്റെ വീടിനടുത്തൊക്കെ ഉള്ളൊരു, പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, എന്റെ തൊട്ട് വീടിന് ചേർന്നുള്ള ഒരു കുട്ടപ്പൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ, ആ അമ്മേനെ ഞാൻ എപ്പോഴും ഈ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ പഴയ ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർക്കാറുണ്ട്. വലിയ വിദ്യാഭ്യാസം എന്നുള്ള ഒരു അമ്മയല്ല, നല്ല പ്രായമുള്ള അമ്മയാണ്. പക്ഷെ ആ അമ്മയുടെ പ്രത്യേകത, എപ്പോ കണ്ടാലും ചിരിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. അത് ഒരു കൊച്ചു കുഞ്ഞിന്റെ ചിരി പോലെ എപ്പോഴും ചിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ചിരിയായിരിക്കും. നമ്മുടെ അടുത്തൊക്കെ വന്ന് കൈയൊക്കെ പിടിക്കും. അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട്, അമ്മയ്ക്ക് പ്രത്യേകിച്ച് പണമില്ല, ഭർത്താവ് മരിച്ചുപോയി, അന്ന് മക്കളൊന്നും വലിയ കാര്യമായിട്ട് നോക്കുന്നില്ല, അങ്ങനെ വലിയൊരു ഇതൊന്നും അല്ല. പക്ഷെ ഓൾവേസ് ഹാപ്പി, മനസ്സ് നിറഞ്ഞ ഒരു കണ്ടന്റ്, ഒരു തൃപ്തി ജീവിതത്തിൽ ഉണ്ട്. അതിനെ അവര് അതിനകത്ത് അതുവരെയും ജീവിച്ച ആ ജീവിതത്തിൽ അവർ വളരെ ഹാപ്പിയാണ്. ആ രീതിയിൽ ഉള്ളൊരു മനസ്സായിരുന്നു. പക്ഷെ നമ്മൾക്ക് ഇത്രയധികം, നമ്മുടെ ആളുകൾക്കെല്ലാം ഇത്രയധികം അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടായിട്ട് നമുക്ക് അതുപോലെ ഒന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഇപ്പോഴും എന്തൊക്കെയോ ഇല്ലാത്തതായ പ്രശ്നങ്ങളെ പറ്റി അമിതമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ്, റിവഞ്ച് മൂഡ്. നമുക്ക് ദേഷ്യമാണ്. അതായത് നമുക്കൊരു സംഭവം ഒരാൾ തരാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ നമ്മൾ പെരുമാറിയില്ലെങ്കിൽ നമുക്ക് റിവഞ്ചാണ്, ദേഷ്യമാണ്. ഇത് ഇമോഷണൽ ഇന്റലിജൻസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അടുത്ത് നോക്കാം, ഹേറ്റ്രഡ്. ഹേറ്റ്രഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, വെറുപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏത് തലത്തിൽ വേണമെങ്കിലും ചിന്തിക്കാം. നമുക്ക് ആളുകളോടുള്ള ദേഷ്യം, അതുപോലെ തന്നെ നമ്മുടെ സംഭവങ്ങളോടുള്ള ദേഷ്യം, അതുപോലെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതായ കാര്യങ്ങളെ കുറിച്ചുള്ള ദേഷ്യം, ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നതാണ്. ഇമോഷണൽ ഇന്റലിജൻസിൽ ഹേറ്റ്രഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മളെ എഗൻസ്റ്റ് ആയിട്ട്, നമുക്കിത് ഡെവലപ്പ് ചെയ്യുന്നതിന് നമുക്ക് എതിരായിരിക്കും. ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് കരസ്ഥമാക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു, നമുക്ക് വേണം. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാവർക്കും ഉണ്ട്, നമുക്ക് മനുഷ്യനെ ഇല്ലാത്തതല്ല. ഇതിനെ ഒരിക്കലും ഞാൻ പറയുകയാണ്, അയ്യോ ഇതെല്ലാം നെഗറ്റീവ് തോട്ട്സ് കട്ട് ചെയ്തോളാം, അസൂയകളാ, ആങ്സൈറ്റികളാ, നിങ്ങളുടെ റിവഞ്ച് മൂഡുകളാ, ഹേറ്റ്രഡുകളാ, ഇമ്പോസിബിൾ. മനുഷ്യനാണെങ്കിൽ സാധിക്കില്ല. ഒരു മനുഷ്യനത് എടുത്ത് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല, കാരണം അയാളുടെ തലക്കകത്ത് ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എടുത്തു കളയാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ മാനേജ് ഇറ്റ്. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് പറ്റും. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇതാ വരുന്നു
അപ്പൊ നമ്മൾ ഇമോഷൻ ഇന്റലിജൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല. നമുക്കിതിന് ഈ ഒരു ഇമോഷണലി നമ്മൾ ഇന്റലിജന്റ് ആവണം. വൈകാരിക ബുദ്ധി നമുക്ക് കരസ്ഥമാക്കണം. എങ്ങനെ? ഇതൊന്നും ഒറ്റയടിക്ക് നടക്കുന്ന കാര്യങ്ങളല്ലെങ്കിലും നമ്മൾ വി ക്യാൻ മാനേജ്, വി ക്യാൻ തിങ്ക്, വി ക്യാൻ ട്രൈ. അത് നമുക്ക് പറ്റുമല്ലോ. നോക്കിയാലോ, നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇമോഷണൽ ഇന്റലിജൻസിന് നമുക്ക് എങ്ങനെ വേസ് ടു അച്ചീവ് ഇമോഷണൽ ഇന്റലിജൻസ്, വൈകാരിക ബുദ്ധി നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യും നോക്കാം. ഒന്ന്, ഇത് ഞാൻ ഇത്തിരി ശ്രദ്ധാപൂർവം പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇമോഷൻ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ്. ബോറടിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ഡ്രാഗ് അവർ തോട്ട്സ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇത് വളരെ 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 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഈ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് സംസാരിക്കുന്ന എന്നിലേക്കും ഏത് സമയത്ത് വേണമെങ്കിലും ഇവൻ ചാടി വരും. നെഗറ്റീവ് തോട്ട്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഹി വിൽ കം. പുള്ളിക്ക് വരാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാല് മനുഷ്യനാണെങ്കിൽ വന്നിരിക്കും. പക്ഷേ ഈ നെഗറ്റീവ് തോട്ട്സിൽ നമുക്ക് ബോധപൂർവം ഇതിന് വരുന്നതിനെ നമുക്ക് തിരിച്ചറിയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നമ്മളൊരു പുറത്ത് ഇപ്പൊ എനിക്കൊരു ഉദാഹരണം, ഞാനിപ്പോ എൻ്റെ ഒരു സ്വഭാവ രീതി ഞാൻ പറയും. ഞാനിപ്പോ എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം തലവേദന എടുക്കും. അതെൻ്റെ ഒരു ശരീരത്തിന്റെ ഒരു പ്രത്യേകത. കാരണം അവിടെ ചെന്ന് ആ പൊടി ആ പുകയൊക്കെ കുറെ വലിച്ചേറ്റി കഴിഞ്ഞു വൈകുന്നേരം ഒരു 4 മണി, ഇപ്പോൾ രാവിലെയാണ് പോണേ, 4 മണിയാകുമ്പോഴത്തേക്കും പതുക്കെ തലവേദനയുടെ ഒരു ലാഞ്ചന ഇങ്ങനെ വന്നു തുടങ്ങിക്കൊണ്ടിരിക്കും. സാബു സാറെ കേൾക്കാലോ അല്ലേ? കുഴപ്പമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ? കേൾക്കാം, ഓക്കെയാണ്. ഓക്കെ, ശരി. അപ്പൊ പതുക്കെ തലവേദന ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പോ നമ്മുടെ ശരീരം എന്താ പറയുന്നത്? നമ്മുടെ ശരീരം പതുക്കെ എന്നോട് പറയും, എടാ നിനക്ക് തലവേദന പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണം കേട്ടോ. അപ്പൊ എനിക്കറിയാം ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വരും എന്നുള്ള കാര്യം. പക്ഷെ ഇത് തലച്ചോറ് ഇന്റിമേഷൻ തരികയാണ്, തലവേദന സ്റ്റാർട്ട് ചെയ്യാൻ വരികയാണ് കേട്ടോ. ഓക്കെ, വരികയാണല്ലേ. അപ്പൊ ഇനി എന്ത് ചെയ്യും? അപ്പൊ തന്നെ ഞാൻ പണി തുടങ്ങും. ഞാൻ പെട്ടെന്ന് തന്നെ ഇച്ചിരി ആവിയൊക്കെ കൊള്ളും, മൂക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറെയൊക്കെ തുമ്മിയും ഒക്കെ കുറെ പൊടിയൊക്കെ കളയും, നല്ല ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കും. പിന്നെ മറ്റൊന്ന്, കുറച്ച് ആക്സ് ഓയിലൊക്കെ സൈഡിലൊക്കെ പതുക്കെ പുരട്ടി നമ്മളതിന് റെമഡി നമ്മൾ ബോധപൂർവം ചെയ്യുക. എനിക്കറിയാം തലവേദന വരണ്ട്, ഇതിന് തടയാനും തന്നെയാണ് പറ്റില്ല. പക്ഷെ ഐ ക്യാൻ ട്രൈ ടു ഡ്രാഗ് ഓർ സ്റ്റോപ്പ് ഹിം എന്ന് പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ തന്നെ നമ്മൾ അതിനെ തിരിച്ചറിയണം. യെസ്, ഇത് നമ്മളൊരു ചാത്തം വരുന്നു എന്നൊക്കെ പറയുന്ന പോലെ നമ്മളതിനെ റെക്കഗ്നൈസ് ചെയ്യണം. ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടാണല്ലോ എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇത് എന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു തോട്ടാണല്ലോ. ഇത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക. എടോ അവൻ വരുന്നുണ്ട്. യെസ്, ഡ്രാഗ് ഇറ്റ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. അപ്പൊ ഈ നെഗറ്റീവ് തോട്ട്സ് ഒരിക്കലും ശരി എന്നാൽ ഞാൻ പോസിറ്റീവിലേക്ക് വരാമെന്ന് ഒരിക്കലും പറയില്ല. കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴും നെഗറ്റിവിറ്റിയാണ് ഇഷ്ടം. എന്നാലും അവൻ അങ്ങനെ എന്നോട് ചെയ്തല്ലോ, ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയൊക്കെ പെരുമാറിയിട്ട് അല്ലെങ്കിൽ ഇത്ര അവന് ചോദിച്ച പൈസയൊക്കെ ഞാൻ കൊടുത്തിട്ട് അവൻ എന്നോട് ഇങ്ങനൊരു ഇടപാട് ചെയ്ത് ശരിയായില്ലല്ലോ. ഇതാണ് നമുക്ക് ഇഷ്ടം. പക്ഷെ നമ്മളപ്പോ ചിന്തിച്ചു നോക്കുക, അവന്റെ ആ അവസ്ഥയിൽ നിന്ന് ചിന്തിച്ചിട്ട് അവൻ എന്നാൽ ഇത്രയും നാളൊക്കെ എന്നോട് നന്നായിട്ട് പെരുമാറിയില്ലേ, ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ അവന് മെന്റലി എന്തോ ഒരു മാനസികമായി എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നും. ചിലപ്പോ അവന്റെ മൂഡ് ശരിയല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത്. ഡ്രാഗിങ്, നമ്മൾ പതുക്കെ വലിക്കുകയാണ് അവന് മൂഡ് ശരിയല്ലായിരിക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോ ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞാലോ, അത് കുഴപ്പമില്ല, നമുക്ക് നാളെ പിന്നീട് എപ്പോഴെങ്കിലും അവനായിട്ട് സംസാരിക്കാം. സോ ഐ ആം ഡ്രാഗിങ് that negative thoughts to positive side. ഇതെന്തിനാന്ന് വെച്ചാല് എന്നിൽ പോസിറ്റിവിറ്റി നിറയുമ്പോഴേ എൻ്റെ മനസ്സ് സന്തോഷമാവും. എൻ്റെ മനസ്സ് സന്തോഷമായാലേ എനിക്ക് ഈ ലോകത്തെ നല്ല രീതിയിൽ കാണാനും എനിക്ക് നല്ല രീതിയിൽ ചിന്തിക്കാനും നന്നായി ഉറങ്ങാനും നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഈ ലോകത്തേക്ക് ഇറങ്ങാൻ സാധിക്കും. ഇത് എനിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, നോട്ട് ഫോർ ഹിം.
സോ വേസ് ടു അച്ചീവ് ഇമോഷണൽ ഇന്റലിജൻസ്. ഞാൻ ആ വേർഡ് തന്നെ പ്രത്യേകം ഒന്ന് സ്ട്രെസ് ചെയ്യാം. ഡ്രാഗ്, വലിച്ചഴച്ചു കൊണ്ടുപോയേ പറ്റൂ. ഇവൻ വരില്ല. ഈ നെഗറ്റീവ് തോട്ട്സ് ഒരിക്കലും പോസിറ്റീവ് സൈഡിലേക്ക് വരില്ല. നിങ്ങൾ അവന്റെ കയ്യെ പിടിച്ച് നമ്മൾ മനഃപൂർവ്വം വലിച്ച് പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് കൊണ്ടുവരും. നമ്പർ 1. നമ്പർ 2, നമുക്കുള്ള ഒരു പ്രശ്നമാണ് ആങ്സൈറ്റി. നമുക്കെല്ലാം ഭയങ്കര ആങ്ഷ്യസ് ആണ് എല്ലാ കാര്യത്തിലും. അയ്യോ, നമ്മള് എപ്പോഴും ആങ്ഷ്യസ് ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ചിന്തിക്കും, ഇനിയിപ്പോ ഞാൻ ഇങ്ങനെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ജോലിയിൽ നിന്ന് ഞാൻ തിരിച്ചു പോരേണ്ടി വരും. അയ്യോ, അപ്പൊ എനിക്ക് പ്രായമാവും. പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പോ ഞാൻ എന്ത് ചെയ്യും? അയ്യോ, അപ്പൊ എനിക്കിനി നടക്കാൻ പറ്റാണ്ടാവും, എനിക്ക് സുഖമില്ലാണ്ടാവും, അപ്പൊ ഇനി എന്നെ ആര് നോക്കും? ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ. എന്തിനാണ്? ഫോർ വാട്ട്? ഇതിവിടെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമൊന്നും അല്ലല്ലോ. എത്രയോ കോടാനുകോടി മനുഷ്യർ ജീവിച്ച് കടന്നുപോയ ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആങ്സൈറ്റി, ഈ ആങ്സൈറ്റിയെ നമുക്ക് എതിർത്ത് അല്ലെങ്കിൽ അതിനൊന്ന് റിഡ്യൂസ് ചെയ്യാം. ഇതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഇത് ഇമോഷൻസിന് നമുക്ക് ആങ്സൈറ്റി എന്ന് പറഞ്ഞൊരു ഇത് വെച്ച് അടച്ചു വെക്കാനൊന്നും നമുക്ക് പറ്റില്ല. അത് മനുഷ്യനാണെങ്കിൽ വരും. സോ ദർ ഇസ് എ ടോളറൻസ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്ലസ് ആവാം, മൈനസ് ആവാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നു. ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ അത് ടെക്നിക്കലി ചെയ്യുന്നവർക്ക് അറിയാം, ഒരിക്കലും നമ്മൾ അതിന്റെ ഫുള്ളസ്റ്റ് ആയിട്ട് ടൈറ്റ് ചെയ്യില്ല. അതിനൊരു ടോളറൻസ് കൊടുക്കും. അതായത് ഫുള്ള് ടൈറ്റ് ചെയ്യില്ല, എന്നാൽ കുറച്ചും ടൈറ്റ് ചെയ്യില്ല. ഒരു ടോളറൻസ്, ഒന്ന് ലെഫ്റ്റിലേക്കും ഒന്ന് റൈറ്റിലേക്കും തിരിയാനുള്ള ഒരു വേ നമ്മൾ ഇട്ട് കൊടുക്കും. അതാണ് അതിന്റെ ടോളറൻസ്. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചിന്തകൾക്ക് നമ്മൾ ടോളറൻസ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ, ശരി, ഇത് ശരിയാവില്ലേ? ആദ്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല, ഇതൊക്കെ മനുഷ്യരല്ലേ, ഇതൊക്കെ നടക്കും. ഇനി പോസിറ്റീവായിട്ട് ചിന്തിക്കാം, ഇത് നല്ല രീതിയിൽ വരും, നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമുക്കത് അപ്പൊ നോക്കാന്നേ, അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളെ കുറിച്ച് ചിന്തി. ഈ രീതിയിലുള്ള ഒരു ടോളറൻസ് ഈ ആങ്സൈറ്റിക്ക് കൊടുത്ത് നമ്മൾ അതിനെ കുറയ്ക്കുക. നെക്സ്റ്റ്, മൂന്നാമത്തത്, ഐഡന്റിഫൈ ദ ആംഗ്രി റീസൺസ്. അപ്പൊ നമ്മൾ ആംഗ്രി ഒരു വലിയൊരു പ്രശ്നമാണെന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. ദേഷ്യം, ഇതിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞത് അതൊരു വലിയൊരു ടാലന്റാണ്. കാരണം മുനിമാന് പോലും എന്താ പറയണേ, നമ്മൾക്ക് മുനിമാരുടെ കാലഘട്ടങ്ങൾ അല്ലെ മുനിമാരുടെ ചിന്തകൾ പോലും ഈ ആംഗ്രി അല്ലെ, കാമക്രോധ ചിന്തകളെയൊക്കെ ദുഷ്ചിന്തകളെയൊക്കെ അകറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോ ഇതൊരു വലിയൊരു പ്രശ്നമാണത്, എളുപ്പമല്ല. ഈ ആംഗ്രിയെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളപ്പോ ഇതിനെ ചെയ്യാവുന്ന ഒരു കാര്യം, പക്ഷെ നമുക്ക് ഇമോഷണലി ഇന്റലിജന്റ് ആയ ഒരു വ്യക്തി ആവുകയും ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഐഡന്റിഫൈ ദ റീസൺസ്. എപ്പോഴും അതാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് അവിടെയാണ് പറഞ്ഞത്. നമ്മൾ ഐഡന്റിഫൈ, എന്താണ് എനിക്ക് ഇത്ര ദേഷ്യം വരുന്നതിന്റെ കാരണം എന്താ? കാരണം നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കതിനെ റെമഡി ചെയ്യാൻ പറ്റില്ല. നമുക്കതിനെ പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല. സോ വേസ് ടു അച്ചീവ് AI-ല് മൂന്നാമത്തെയാണ് ഐഡന്റിഫൈ ആംഗ്രി റീസൺസ്. നാലാമത്തത്, ഇത് പെട്ടെന്ന് തീരാറായി, അവസാനിപ്പിക്കാൻ പെട്ടെന്ന്, നമ്മളങ്ങനെ പറഞ്ഞു പോകുന്നു മാത്രം. ഒന്ന്, ആക്സെപ്റ്റ് ക്രിറ്റിസിസം. സാബു സാറേ, നമുക്ക് എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത് സാറേ? നമുക്കൊരു 10 മിനിറ്റൂടെ പോകാൻ കുഴപ്പമില്ല. ശരി സാർ, ഓക്കെ. നമുക്ക് നമ്മുടെ എല്ലാവരുടെ ഒരു പ്രശ്നമാണ് ആക്സെപ്റ്റ് ക്രിറ്റിസിസം. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ്. ക്രിറ്റിസിസം എന്ന് പറഞ്ഞാല് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസിനെ ഇത്രത്തോളം ബാധിക്കുന്ന ഒരു പ്രശ്നം വേറെ ഇല്ല. ക്രിട്ടിസൈസ് ചെയ്യാമെന്ന് നമുക്കറിയാം, വിമർശിക്കുക. നമ്മളെ ഒരാള് വിമർശിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അത്ര എളുപ്പമല്ല. തീർച്ചയായിട്ടും എന്നെ ഒരാൾ ഇപ്പൊ വിളിച്ചിട്ട് നീ അങ്ങനെ ചെയ്ത് ശരിയായില്ല, നീ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, തീർച്ചയായിട്ടും എനിക്കിഷ്ടാവില്ല.
കാരണം നമ്മളെല്ലാവരും പോസിറ്റിവിറ്റിയെ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ നമ്മൾ പോസിറ്റിവിറ്റി മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ മടി കാണിക്കുന്നവരുമാണ്. ഒരാളെ അഭിനന്ദിക്കാൻ മടി കാണിക്കുന്ന ആൾക്കാരാണ്. ഞാനൊരു എക്സാമ്പിൾ എൻ്റെ ജോലി സ്ഥലത്ത് ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയും. എൻ്റെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകൻ, എൻ്റെ അതേ കേഡറിലുള്ള ഒരു വ്യക്തി എൻ്റെ ജൂനിയറാണ്. പക്ഷെ ഇദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എന്നെക്കാളും ജോലി ചെയ്യുന്നതിൽ ബഹുമിടുക്കനാണ്. അദ്ദേഹത്തിനേക്കാളും എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പക്ഷെ അദ്ദേഹം പ്രാക്ടിക്കൽ ലെവലിൽ എൻ്റെ ഒരു 3 മടങ്ങ് മിടുക്കനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വ്യക്തി. ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. ഞാനന്ന് അവിടെ നിന്ന് റിലീവായിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോയപ്പോ നമ്മള് ഗ്രൂപ്പിലൊക്കെ ടാറ്റ പറഞ്ഞു പോകുമല്ലോ. ഞാൻ ഈ വ്യക്തിയെ കുറിച്ച് പ്രത്യേകം ഒരു കണ്ണി എഴുതിയിട്ടു. ഇന്ന വ്യക്തി ഇന്ന കഴിവുകളുള്ള വ്യക്തിയാണ്, എന്നെ ഇന്ന രീതിയിലൊക്കെ സഹായിച്ചു, ഇദ്ദേഹം മിടുക്കനായ ഒരു വ്യക്തിയാണ്, ഞാൻ സീനിയർ ആണെങ്കിലും അദ്ദേഹം സീനിയറാണ്, ഒരു 6-7 കൊല്ലം സീനിയറാണ്. ഇദ്ദേഹം എന്നെക്കാളും മിടുക്കനായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് ഇദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ എഴുതിയിട്ടു. പക്ഷേ ഞാനത് എഴുതിയിടാൻ എനിക്കതിനകത്ത് എൻ്റെ ആർജവത്വം കാണിച്ചു. എനിക്കതിനൊരു ഇന്നും ദുഃഖിക്കുന്നില്ല, എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ മറ്റു സഹപ്രവർത്തകർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. മറ്റു സഹപ്രവർത്തകർക്ക് അവർക്കതൊരു മെന്റലി അത് അവൻ മാത്രമാണോ മിടുക്കനായിട്ടുള്ളത് എന്നൊരു തോന്നലുണ്ടായേക്കണം. പക്ഷെ ഞാനതിനെ കെയർ ചെയ്തിട്ടല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നാലും വേറൊരാൾക്ക് ഇഷ്ടമല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അവസ്ഥ എന്താ? നമ്മുടെ ക്രിറ്റിസിസത്തിനെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ്. നമ്മൾ സെൽഫായിട്ട് തോട്ട് ചെയ്യുക. അത് പറഞ്ഞ് ശരിയാണെങ്കിൽ പരസ്യമായിട്ട് നിങ്ങൾ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറെടുക്കുന്ന എന്നാണോ, ആ മൊമെന്റ് മുതൽ നമ്മൾ വി ആർ സ്റ്റാർട്ടഡ് ടു ഗ്രോ. നമ്മൾ വളരാൻ തുടങ്ങിക്കഴിഞ്ഞു. നമ്മളെ ക്രിറ്റിസിസം ചെയ്യുമ്പോൾ, നമ്മളെ വിമർശിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും അത് അംഗീകരിക്കുവാനും തിരുത്തുവാനും തയ്യാറാവുമ്പോൾ നമ്മൾ വളർന്നു തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, സെൽഫ് അവയർനെസ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ തന്നെ നന്നായിട്ട് നമ്മൾ ആരാണെന്ന് നമ്മൾ സെൽഫായിട്ട് മനസ്സിലാക്കിയാലേ നമ്മൾ ഇമോഷണലി ഒരു ഇന്റലിജന്റ് ആയ വ്യക്തിയാവും. മറ്റൊന്ന്, മെഡിറ്റേഷൻ. ഒരു ദിവസം 5 മിനിറ്റ് എങ്കിലും, നമ്മൾ ഒരുപാട് പറയുന്നില്ല, ഞാൻ 5 മിനിറ്റ് നിങ്ങളൊരു മൊബൈലിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു മെഡിറ്റേഷൻ മ്യൂസിക് എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലൂട്ടൊക്കെ വായിക്കുന്ന, ഓടക്കുഴലൊക്കെ വായിക്കുന്ന നല്ല സോങ് കിട്ടും. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട്, ആരും എഴുന്നേറ്റിട്ടില്ലെങ്കിൽ, വീട്ടിൽ ആരും എഴുന്നേറ്റിട്ടില്ലെങ്കിൽ എഴുന്നേൽക്കുക, ഓൺ ചെയ്യുക, കണ്ണടച്ച് നിങ്ങൾ എവിടെ ഇരിക്കുന്ന, കസേരയിലോ ഒരു അടുക്കളയിലാണ് ഇരിക്കണേലോ, ആരുമില്ല, ഒരു ശല്യമില്ല, നല്ല മുഖം, ഒരു ബഹളവും ഇല്ല, ആരും എഴുന്നേറ്റിട്ടില്ല, 5 മിനിറ്റ് നിങ്ങൾ ഇരുന്നോ. ദാറ്റ്സ് എ ഗ്രേറ്റ് മെഡിറ്റേഷൻ. നമ്മുടെ മനസ്സിന് ഉണ്ടാവുന്ന സന്തോഷം, നമ്മുടെ മനസ്സൊന്ന് കാമാവും. നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മളെ തന്നെ ശാന്തമാക്കാൻ നമുക്ക് സാധിക്കും. മെഡിറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ സമയമൊന്നും ഒരുപാട് ആലോചിച്ച് കൂട്ടി കണ്ടുപിടിക്കൊന്നും വേണ്ട. രാവിലത്തെ 5 മിനിറ്റ് ആണ് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അതിനകത്ത് ആയി കഴിയുമ്പോൾ തന്നെ ആ ടൈം കൂടിക്കും. അതെന്തോ 5 മിനിറ്റ് എങ്കിലും ചെയ്യും. അടുത്തത്, ഷോർട്ട് സ്പാൻ ഓഫ് അവർ ലൈഫ്. ഞാനത് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള മനുഷ്യരുടെ ആളുകളുടെ ഞാനൊരു നിരീക്ഷണം പറയുന്ന കേട്ടോ, ഒരു ചിന്ത എന്താന്ന് വെച്ചാൽ, ഞാനെന്തോ ഇവിടെ ഇങ്ങനെ ഒരു കാലാകാലം ഒരു 500 കൊല്ലം ജീവിക്കാനുള്ള ഒരു മനുഷ്യനാണ് എന്നാണ്. ഇത്രയും ലൈഫ് സ്പാൻ കുറഞ്ഞ ഒരു ജീവിതം മനുഷ്യന് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ തന്നെ നമ്മുടെ എല്ലാ ടെൻഷനും മാറും, എല്ലാ ദേഷ്യവും മാറും, നമ്മുടെ എല്ലാ ഹേറ്റഡും മാറും, നമ്മള് എന്തൊക്കെ ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടോ എല്ലാം മാറും. എന്തൊരു ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. എത്ര നാളുണ്ട്? നമ്മുടെ മുമ്പ് എത്രയോ തലമുറകൾ കടന്നുപോയി. ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മൾ നടന്നു പോകുന്ന നമ്മുടെ വഴികൾ ആയിരക്കണക്കിന് വ്യക്തികൾ നടന്ന് വീണ് ഈ മണ്ണോട് ചേർന്ന് പൊടിയായി തീർന്ന ആ പൊടിയിലൂടെ നമ്മൾ ചവിട്ടി പോയിക്കൊണ്ടിരിക്കുക. ബട്ട് വി സ്റ്റിൽ തിങ്ക് ഞാൻ എന്ന് ഒരുപാട് കൊല്ലം ജീവിക്കാനുള്ള ആളെന്ന്. ആ ചിന്ത തന്നെയാണ് മാറ്റിയാൽ തന്നെ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ്, നമ്മുടെ മനസ്സ് ശാന്തമാവും. നമുക്ക് കിട്ടിയിരിക്കുന്ന സമയം നന്നായിട്ട് ഈ ഭൂമിയെയും പ്രപഞ്ചത്തെയും ഈ നേച്ചറിനെയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് പുറത്തിറങ്ങി നിന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ,
വേറെ എങ്ങും വേണ്ട. നമ്മളൊരു നല്ല പാടത്ത് ഒരു വൈകുന്നേരം പോയി 2 മിനിറ്റ് ഇരുന്നാൽ പോലും അത് കിട്ടുന്ന സന്തോഷം ഒന്ന് വളരെ വലുതാണ്. ഷോ അവർ ലൈഫ് ഈസ് വെരി വെരി ഷോർട്ട്. അത്രയൊന്നും ടെൻഷൻ അടിക്കാനുള്ള അത്രയ്ക്കൊന്നും സമയമില്ല. നമുക്ക് വളരെ കുറച്ച് സമയമേ ജീവിതത്തിലുള്ളൂ. എൻജോയ്. ജോയ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിൽ കണ്ടന്റ്, സന്തോഷമുള്ളവരായി, സംതൃപ്തനായി. എനിക്ക് ഇത്രയും കിട്ടിയല്ലോ, എൻ്റെ ബോഡി ഫിറ്റ് ആണല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് പോസിറ്റീവായ കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ തന്നെ നമ്മൾ ഇമോഷണലി വി ആർ ഇൻ അനദർ ലെവൽ. നെക്സ്റ്റ്, ജോക്സ്. മനുഷ്യന്റെ നർമ്മബോധവും ഒരുപാട് കുറഞ്ഞു. മറ്റുള്ളവർ വേദനിപ്പിക്കുന്ന ഒരു നർമ്മബോധമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് അല്ല. നമ്മൾ ജീവിതത്തെ നർമ്മത്തിൽ പൊതിഞ്ഞ് കാണാൻ ശ്രമിച്ചാൽ ഇത്രയും സുന്ദരമായ ഒരു ജീവിതം എല്ലാത്തിനും നർമ്മത്തിലൊന്ന് കാണാനായിട്ടൊന്ന് നമുക്കൊന്ന് ശ്രമിക്കാലോ. ട്രൈ. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ ഒരു സമയത്തിലേക്ക് അടുക്കുന്നു, അതുകൊണ്ട് അടുത്തതിലേക്ക് പോവാണ്. അടുത്തതായിട്ട് ഇമോഷണൽ ഇന്റലിജൻസിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, പക്ഷെ ഞാനത് അവസാനം ഉൾപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. ഫുഡ് കൺട്രോൾ. ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം പറയാം. നമ്മുടെ മുമ്പുണ്ടായിരുന്ന തലമുറകൾ ഇത്രയും അവർക്ക് നമുക്ക് തോന്നും, അയ്യോ നമ്മൾ കഴിച്ച അത്രയും വലിയ ഫുഡ് ഇല്ലല്ലോ, അത്ര വെറൈറ്റി ഫുഡ് ഇല്ലല്ലോ, ബിരിയാണി ഇല്ലല്ലോ, അതില്ലല്ലോ, കുറെ പേരുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ആക്ച്വലി ദേ ആർ വെരി ലക്കി. കാരണം അവർ ഒരുപാട് വിഷം തിന്നാതെ, വിഷവസ്തുക്കൾ കഴിക്കാതെയും കെമിക്കൽ തിന്നാതെയും നല്ല ആരോഗ്യത്തോടു കൂടി പരമാവധി കാലം ഭംഗിയായിട്ട് ജീവിക്കാനോ അവർക്ക് സാധിച്ചു. നമ്മളിന്ന് കഴിക്കുന്ന ഫുഡിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട അവസ്ഥയില്ല, ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം എത്രമാത്രം പൊള്യൂട്ടഡ് ആയ ഫുഡാണ് നമ്മൾ കഴിക്കണമെന്നുള്ളത്. മറ്റൊന്ന്, ഫുഡ് കൺട്രോളിൽ ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, സാൾട്ട് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്, കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. ഷുഗർ, ചായ, ടീ, കോഫി, ജങ്ക് ഫുഡ്സ്, സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ്. അപ്പൊ ഇത് നമുക്ക് തോന്നും, ഓ ഇതെല്ലാം ഒറ്റയടിക്കാണ് നിർത്താൻ പറ്റുമോ എന്നുള്ളത്. വേണ്ട, ബട്ട് വി ക്യാൻ മാനേജ് ഇറ്റ്, കൺട്രോൾ ഇറ്റ്. സോ ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്യുക. നമ്മൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഷുഗർ എല്ലാവരെയും പോലെ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഏകദേശം ഒരു 7 വർഷമായി ഷുഗർ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നു. ഒറ്റയടിക്കല്ല, കുറച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഒട്ടും ഷുഗർ ഉപയോഗിക്കുന്നില്ല. അത് എൻ്റെ ഒരുപാട് ഗുണം അതുകൊണ്ട് എനിക്കുണ്ട്. അപ്പൊ ദീസ് ആർ ദ വേസ് ടു അച്ചീവ് ഇമോഷണൽ ഇന്റലിജൻസ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ് എൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച്. നെഗറ്റീവ് തോട്ട്സിനെ ഡ്രാഗ് ടു പോസിറ്റീവ്സ്, reduce our anxiety, identify our reasons, angry reasons, accept criticism, self-awareness, meditation, short span of our life. ജീവിതത്തെ look with a joke, it's a joke. Food control. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, നമുക്കിനി പറയാനുള്ളത് നമ്മളൊന്ന് റിവ്യൂ ചെയ്യുക, നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യത്തെ സ്ലൈഡിലേക്ക് പോയിട്ട് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഡെഫിനിഷനാണ് പറഞ്ഞത്. എന്താണെന്ന് പറഞ്ഞു? എബിലിറ്റി ടു മാനേജ് അവർ ഓൺ എമോഷൻസ്, നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുക, ആൻഡ് ഇൻഫ്ലുവൻസ് അതേഴ്സ് ഇമോഷൻസ്. നമുക്ക് മറ്റുള്ളവരെ ഇമോഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം. കാരണം എന്താ? അവരുടെ ഇമോഷൻസ് നമ്മളെയും ബാധിക്കും. അതുകൊണ്ട് നെക്സ്റ്റ്, ഇമോഷൻസ് ഏതൊക്കെയാണ് പറഞ്ഞു. ബേസിക് ആയിട്ടുള്ള ഇമോഷൻസിനെ കുറിച്ച് പറഞ്ഞു, സെക്കൻഡറി ഇമോഷൻസ് പറഞ്ഞു. നെക്സ്റ്റ്, സോഷ്യൽ ഇമോഷൻസിനെ കുറിച്ച് സംസാരിച്ചു. മറ്റൊന്ന്, വൈ ഇമോഷൻസ് ഷുഡ് മാനേജ്, എന്തിനാണ് ഇമോഷൻസിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത്. റീസൺ നമ്മൾ പറഞ്ഞു. ഡിസിഷൻ മേക്കിംഗ്, മെന്റൽ ഹെൽത്ത്. ഞാൻ ഇമ്പോർട്ടന്റ് മാത്രം എടുത്തു പറയാണ്, മെന്റൽ ഹെൽത്ത്. ഈ ഇമോഷൻസ് എന്തിനാണ് നമ്മളിപ്പോ ഇത്രയും പറഞ്ഞത്? നമ്മൾ ഇമോഷണലി ഇന്റലിജന്റ് ആവണം ഇത്രയും കിടന്ന് പറയണത് എന്തിനാന്ന് വെച്ചാൽ, ഇത് മാനേജ് ചെയ്തില്ലെങ്കിൽ അത് നമ്മളെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നശിച്ചു പോയിട്ട് കാര്യമില്ല. ഓക്കെ, ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് മാത്രം പറഞ്ഞു നിർത്താം. ഒന്ന്, ഡിസിഷൻ മേക്കിംഗ്, പേഴ്സണാലിറ്റി, മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്. സോ ഇമോഷൻസ് ഷുഡ് മാനേജ്. അടുത്തത്, ഡാനിയൽ ഗോൾമാൻ, എ ഗ്രേറ്റ് മാൻ, നമുക്ക് ഇതുപോലൊരു ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നതാണ്. മറ്റൊന്ന്, ഇമോഷണൽ ലിറ്ററസി. ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരിക്കലും വേറൊരുത്തനെ
ഉപദ്രവിക്കുക അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാനല്ല ഇമോഷൻസ്. ഇമോഷൻസ് നമുക്കെതിരല്ല, ഇറ്റ് ഈസ് ഫോർ us. അടുത്തത് ഇമോഷണലി ഇന്റലിജന്റ് ആയ ഒരു വ്യക്തിയുടെ ക്വാളിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മറ്റൊന്ന് ഫാക്ടേഴ്സ് അഗൈൻസ്റ്റ് ഇമോഷണൽ ഇന്റലിജൻസ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമുക്ക് ഇതായിട്ടുള്ളത്? ഞാൻ അതിൽ ഒന്ന് രണ്ട് പ്രധാനമായ പോയിന്റുകൾ മാത്രം പറയുന്നു. നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ അതിനെ പോസിറ്റീവിലേക്ക് ബോധപൂർവം വലിച്ചഴിക്കുക. രണ്ട്, ഡിപ്രഷൻ. വെരി വെരി സീരിയസ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്. ബി കെയർഫുൾ ഓൺ ദാറ്റ്. ഡിപ്രഷൻ എന്നുള്ളത് നമുക്കൊരു സംശയം തോന്നിയാൽ നമ്മൾ അതിനുള്ള സഹായം തേടാൻ ഒട്ടും മടിക്കണ്ട. മറ്റൊന്ന് റിവെഞ്ച് മൂഡ്, വൈരാഗ്യ ബുദ്ധി, ഹേറ്റ്രഡ്, എൻവി. മറ്റൊന്ന് വേസ് ടു അച്ചീവ് ഇമോഷണൽ ഇന്റലിജൻസ്. നമുക്ക് ട്രൈ ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്ന. ഒരു പോയിന്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഡ്രാഗ് അവർ തോട്ട്സ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം ചെയ്യണം. മറ്റൊന്ന് ആങ്സൈറ്റി. ഇത്രയും ആങ്സൈറ്റി ആവേണ്ട കാര്യമില്ല. സെൽഫ് അവയർനെസ്, അക്സെപ്റ്റ് ക്രിറ്റിസിസം, ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ്. ഞാൻ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫിനെ കുറിച്ച് ഒരു സിമ്പിൾ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. എനിക്ക് ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ചിന്തയെ പറ്റി വന്ന് എന്നെ ഒരുപാട് സഹായിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു വലിയൊരു മഹാനായ ആളെന്ന് പറഞ്ഞത് ബുദ്ധനാണ്. ബുദ്ധനെ കുറിച്ച് കൂടി ഞാൻ പറഞ്ഞു വേഗം അവിടെ അവസാനിപ്പിക്കാം. ഈ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിഷമം തോന്നും. എന്നാൽ ആ വ്യക്തി എന്നോട് ഇങ്ങനെ പെരുമാറി, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിൽ നമ്മൾ എന്താണ് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത്. ഇതൊക്കെ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ച് ഒരുപാട് തോട്ട്സ് നമ്മളെ വിഷമിപ്പിക്കും. മനുഷ്യനാണെങ്കിലും ഉണ്ടാവും. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ബുദ്ധ. എന്തുകൊണ്ടാന്ന് വെച്ചാല് ബുദ്ധന് എല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. പണം, പിന്നെ രാജകുമാരനാണ്, ഒരു രാജകൊട്ടാരത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, പിന്നെ ഭാര്യ, മകൻ, കുട്ടികള്, അച്ഛൻ, അമ്മ. ഇല്ലാത്തത് എന്താ ഉള്ളത്? ബുദ്ധനായിട്ടുള്ള ആ രാജകുമാരനായി ജീവിച്ച അദ്ദേഹത്തിന്, സിദ്ധാർത്ഥ കുമാരന് ഒന്നുമില്ലാതിരുന്നു. പക്ഷെ ഒരു ദിവസം അദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരു വസ്ത്രം ധരിച്ച് എല്ലാം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോ ഇത്രയും ജീവിതം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, ഞാൻ എന്നെ കണ്ടെത്തുക എന്നുള്ളത് കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞതാണ് ബുദ്ധൻ. അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറയാനൊന്നും ഇവിടെ ഒന്നും പറഞ്ഞാൽ തീരില്ല. ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊന്നും ഒരുപാട് പറയാൻ അത്രയ്ക്ക് അർഹതയുള്ള വ്യക്തിയാണെന്നും എനിക്ക് പറ്റില്ല. കാരണം ഒരുപാട് തലങ്ങൾ പഠിച്ചുകൊണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നെ ഒരുപാട് സഹായിച്ച ഒരാളാണ് ബുദ്ധയുടെ ചിന്തകളും വാക്കുകളും. പ്രിയമുള്ളവരെ, നമ്മുടെ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫിനെ കുറിച്ച് ഞാനൊന്ന് എടുത്തു പറഞ്ഞോട്ടെ. നമ്മൾ വളരെ ഷോർട്ട് സ്പാൻ ആയിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ ഇന്ന് ചിരിക്കുക, സന്തോഷിക്കുക, ആഹ്ലാദിക്കുക. ഫുഡ് കൺട്രോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ ഈ ഫുഡ് ഈസ് ഹൈലി റിലേറ്റഡ് ടു അവർ മൈൻഡ്. നമ്മൾ കൂടുതൽ നമ്മളെ മൈൻഡ് പ്രൊവോക്ക് ചെയ്യുന്ന ടൈപ്പ് ഫുഡ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഇമോഷണൽ ഇന്റലിജൻസ് ആക്സസ് ചെയ്യാൻ പ്രയാസം വരും. ഫുഡ് കൺട്രോൾ ചെയ്യുക, കുറച്ചുകൂടി നല്ല ഫുഡ് കഴിക്കുക, ക്വാളിറ്റി ഉള്ള ഫുഡ് കഴിക്കുക. അത് വില കൂടിയ ഫുഡ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ക്വാളിറ്റി ഉള്ള ഫുഡ്. അപ്പൊ അത്രയാണ് എനിക്ക് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന സാബു സാറിനോടുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചു. തെറ്റുകുറ്റങ്ങൾ ദയവായി ക്ഷമിക്കുക. എനിക്ക് വേണ്ടി ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സാർ, താങ്ക് യു. വളരെ മനോഹരമായൊരു സെഷൻ. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റ് സ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്കില്ലാണ് ഇമോഷണൽനെസ്. അതിനെ ഒന്നും കൂടെ വിശേഷിപ്പിച്ച് പറഞ്ഞാൽ ക്രിട്ടിക്കൽ കോർപ്പറേറ്റ് സ്കിൽ എന്നതിന് പറയുന്നത്. അപ്പോൾ ഇനിയൊരു പുതിയ ഒരു തലത്തിലേക്ക് മൂവ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഈ പറയുന്ന ഇമോഷണൽ ഇൻ്റലിജൻസ് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ തലങ്ങളും എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റീസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ക്വാളിറ്റീസ്, ഏതൊക്കെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യും, ഏതൊക്കെയാണ് ബേസിക് ബിഹേവിയർ, അതുപോലെ തന്നെ ഹൗ ടു അച്ചീവ് ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും. പ്രധാനമായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം. നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു വലിയ പദ്ധതിയാണ് ഇമോഷണൽ ഇൻ്റലിജൻസിലൂടെ വരുന്നത്. ടീം വർക്കിനെ ഇമ്പ്രൂവ് ചെയ്യുക,
ഏറ്റവും മറ്റൊരു രീതി പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസ്, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. ഇങ്ങനെ ഒരു ബിസിനസ് കോർപ്പറേറ്റ് തലത്തിലൊക്കെ എവിടെ ചെന്ന് ഈ നമ്മുടെ വീടുകളിലേക്ക് ചിന്തിക്കേ വേണ്ട, നമ്മുടെ കുടുംബവും സാമൂഹികപരമായ എല്ലാ തലങ്ങളിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതില്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒറ്റവാക്കി പറയും ഇതോ ഒരു കുടുംബ കോടതികളാണ്, ഇതിനെ ബാലൻസ് ചെയ്യാൻ പോലും പറ്റാത്ത രീതി. സോ വളരെ സമഗ്രമായിട്ടുള്ള ഒരു വിശകലനമായിരുന്നു ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് എബി സാറിൽ നിന്ന് വന്നത്. സോ താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായിരിക്കുന്നു. തീർച്ചയായിട്ടും ഇൻ ഡെപ്തിൽ അല്ലേ, ഇതിനോട് എന്തോരം കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് മുന്നോട്ടൊരു മനോഹരമായൊരു സെഷനെ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് തീർച്ചയായും. പോകാം. അതിനുവേണ്ടി നമുക്ക് ജോഷ് സാറിനെ വിളിക്കാം. ജോഷ് സാർ. എന്നെയാണോ ഉദ്ദേശിച്ചത്? അതെ അതെ. ഓക്കെ, ഓക്കെ. ഞാൻ ഐ വുഡ് റേറ്റ് ഇറ്റ് ആസ് എ വെരി ഗുഡ് ക്ലാസ്. നല്ല എല്ലാ പോയിന്റും കവർ ചെയ്ത് നല്ലപോലെ എടുത്തിട്ടുള്ള ഒരു ക്ലാസ്സാണത്. ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുമ്പോൾ പണ്ട് എല്ലാവരും ഐക്യുവിന്റെ പുറകെയായിരുന്നു. ഇന്റലിജൻസ് കോഷ്യന്റ് അല്ലെങ്കിൽ ഇന്റലിജൻസ് ഇമോഷൻ കഴിവ്, ആ ഒരു ഇതാണ് എല്ലാവരും പണ്ട് നോക്കിയിരുന്നത്. ഡാനിയൽ ഗോൾഡ്മാൻ ഈ ബുക്ക് എഴുതിയതിന് ശേഷം ഇതൊരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായി ആളുകൾ ഒരുപാട് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഇമോഷണൽ ഇന്റലിജൻസിന്റെ പ്രത്യേകതയെ പറ്റിയിട്ട് ആളുകൾ കൂടുതൽ സംസാരിക്കാനും ഒക്കെ തുടങ്ങിയത്. ഇത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നൊരു സംഗതിയാണ്. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ സൈക്കോളജിയിലൊക്കെ ഇത് ഉള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ പിന്നെ ഇത് വളരെയധികം നല്ല രീതിയിൽ ഇത് ആളുകൾ മനസ്സിലാക്കി. ഇപ്പൊ ഇന്ന് നമ്മൾ പറയുക മാനേജ്മെന്റിൽ ഇപ്പം സാർ പറഞ്ഞില്ലേ, ആ കോർപ്പറേറ്റ് വേൾഡിൽ ഇന്ന് ഇമോഷണൽ കോഷ്യന്റ്, ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ളവർക്ക് എന്തുമാത്രം ഒരു റേറ്റിംഗ് ഉണ്ടെന്ന് അറിയാമോ? പണ്ട് ഞാൻ ഇതുപോലെ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ ഒരു നല്ല ഡെസിഗ്നേഷൻ ഇരുന്ന ആളാണ്. ഞങ്ങൾക്കറിയാം ആളുകള് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, പക്ഷെ ഇവരെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഒരു മാർക്കറ്റിംഗ് കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലായിടത്തും ഡെഡ് ലോക്സ് ആണ് എല്ലാം. കാരണം ഇവരുടെ ഭയങ്കര ബുദ്ധിയുടെ ആ ഒരു ഇതുകൊണ്ട് എല്ലാം അവിടെ ലോക്കായി പോവുക ചെയ്തത്. പക്ഷേ ഒരു ഇമോഷണൽ കോഷ്യന്റ് കൂടിയുള്ള ഒരാൾ, അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ഒരാൾ ഇതിനൊക്കെ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഇതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് അവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ഇന്റർവ്യൂസിൽ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ ചിലപ്പോൾ എടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കുറെ കൂടി പ്രാക്ടിക്കൽ ആവണം. നമ്മൾ ഇന്റലിജൻസ് വേണം, എല്ലാ ആൻസറൊക്കെ എഴുതണം, പക്ഷെ അതിനപ്പുറത്ത് നമ്മളൊരു ഇന്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം തരും, ആ പ്രോബ്ലം നിങ്ങൾ എങ്ങനെ അത് വളരെ ഇതായിട്ട് അത് സോൾവ് ചെയ്യും, അതൊക്കെയാണ് അവിടെ ആവശ്യം വരുന്നത്. അപ്പോൾ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ചിലപ്പോൾ ഐക്യു കൂടുതലുള്ളതിൻ്റെ ഇതൊന്നും ഒരു ഓഫീസിൽ പറ്റിയ സംഗതി ആയിരിക്കില്ല. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾ വളരെ നന്നായിട്ട് ഇത് ചെയ്തു. അതുപോലെ നിങ്ങൾ ഡിഫൈൻ ചെയ്തപ്പോൾ അത് പറഞ്ഞു, മാനേജ്മെന്റ് ഓഫ് സെൽഫും അതുപോലെ ഇൻഫ്ലുവൻസ് ഓഫ് അതേഴ്സ്. ഇത് രണ്ടേ പറ്റില്ല. അതേഴ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ല വേണ്ടത്. നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. അവിടെ ഒരു ടേം ഉപയോഗിക്കുന്ന റെഗുലേഷൻ, സെൽഫ് റെഗുലേഷൻ എന്നുള്ളൊരിതാണ്. നമ്മളെ തന്നെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം അതിനൊരു എക്സാമ്പിൾ എന്തോ പറഞ്ഞു. അപ്പോൾ ആ ഒരു റെഗുലേഷനാണ് ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി. അതുപോലെ ഈ സെൽഫ് അവയർനെസ്, സെൽഫ് റെഗുലേഷൻ, സോഷ്യൽ സിൽക്ക്, ഇന്റേണൽ മോട്ടിവേഷൻ, എംപതി, ഇതൊക്കെ ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇമോഷണൽ ഇന്റലിജൻസ് പഠിക്കുമ്പോൾ ഏറ്റവും അതായിട്ടുള്ള നമ്മളെ തന്നെ അറിയുക. ഞാൻ ആര്, നീ ആരെന്നൊക്കെ പറയില്ലേ. നമ്മുടെ ICTയിലെ ഫാദർ ജോർജ് കണ്ടത്തിൽ എഴുതിയ ബുക്ക് തന്നെ അല്ലെ, ഞാനും നീയും, ഹു ആം ഐ ആൻഡ് ഹു ആർ യു. അത് മനസ്സിലാക്കുമ്പോഴാണ് അത് കുറെ ഇതായിട്ട് നമ്മളതിൽ ശരിക്കും നമ്മൾ അവയർനെസ് വരുന്നത്. ആ അവയർനെസ് ഇപ്പം നമ്മൾ TAയിൽ തന്നെ പറയുന്ന ബേസിക് ഒരു സാധനമാണ് ഓട്ടോണമി. നമ്മളൊരു ഓട്ടോണമിയിൽ എത്തണമെങ്കിൽ അവയർനെസ്, സ്പോണ്ടേനിറ്റി ആൻഡ് ആ ഒരു 3 ഫാക്ടേഴ്സ് ചേരുന്നുണ്ട്. അപ്പോൾ അവയർനെസ് അതിലെ ഏറ്റവും വലിയ ഫാക്ടറാണ് അവയർനെസ്. എന്ത് കാര്യം അവെയറായിട്ട് ചെയ്യുക. അപ്പോൾ അപ്പുറം നിൽക്കുന്ന ആളാരാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാരാണ്, അയാൾക്ക് ഇമോഷൻ എന്തൊരു തരത്തിലുള്ളതാണ്, അത് തന്നെ സോൾവ് ചെയ്യാൻ പറ്റിയാൽ, അറിഞ്ഞാൽ അയാളോട് സംസാരിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. പലപ്പോഴും കണ്ടില്ലേ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള കുറെ പേഴ്സണാലിറ്റികളൊക്കെ കണ്ടിട്ടില്ലേ, വളരെ അഡമൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികൾ. അപ്പം നമ്മൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് തർക്കിക്കാതെ പോകാണ്ടിരിക്കുക. അതായത് അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ അവരായിട്ട് എന്താ പറയുക, മാക്സിമം ഒഴിഞ്ഞു പോയി രക്ഷപ്പെടാൻ നോക്കുക. അതാണ് അവിടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് വരുന്നത്. അതുപോലെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റുകൾ അവിടെ ഞാൻ കണ്ടു. അതായത് ഫാക്ടേഴ്സ് അഗെയിൻസ്റ്റ് EQ ഏതൊക്കെയാണ്, അത് നെഗറ്റീവ് തോട്ട്സ്, എൻവി, ഇതൊക്കെ പലതും നമ്മൾ പറയില്ലേ,
ഈ നമ്മുടെ ബേസിക് ഇമോഷൻസ് അഞ്ചുണ്ട്, അല്ലെങ്കിൽ സൈക്കോളജി അഞ്ചെന്ന് പറയാം, ഇതിപ്പോൾ 6 ഉണ്ട്. ഈ 6 ചേർത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് മറ്റുള്ള. ഇപ്പം നമ്മളൊരു കളേഴ്സ് കൂട്ടില്ലേ, ഇപ്പോൾ ബേസിക് ആയിട്ട് 7 നിറങ്ങളുണ്ട്. ഈ 7 നിറങ്ങളുടെ കൂടെ നിറങ്ങൾ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടാണ് മറ്റ് കളറുകൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇമോഷൻസിൽ ഇത് ഇത് വളരെയധികം നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കണം, ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ എന്താ ഒരു സബ് സ്റ്റാഫ് ഉണ്ട് ഒരു ഓഫീസിൽ, ഞാൻ പറയാണ് അവരുടെ അടുത്ത്, അയ്യോ മാഡം പ്ലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യം നടക്കില്ല. അവിടെ ചിലപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിത്ത് കൺട്രോൾഡ് ആംഗ്രി, ആ ഒരു ആങ്കർ ഉപയോഗിച്ചിട്ട് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും നമ്മളത് വളരെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാണ്. ഈ ഇമോഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഒരു ഇമോഷൻ മോശം, നമുക്ക് വേണ്ടിയിട്ടുള്ള ഇമോഷൻസ് ആണത്. അത് ദുഃഖം വരുമ്പോൾ, ഒരാൾ അമ്മ മരിക്കുമ്പോൾ കരയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു സങ്കടം പറഞ്ഞ ഒരാളുടെ എന്നോട്. അപ്പോൾ അത് അയാൾക്ക് പറ്റുന്നില്ല കരയാൻ, കാരണം അയാൾ പ്രോപ്പറായിട്ട് അയാളുടെ ഇമോഷൻസ് മാനേജ് ചെയ്ത് പഠിച്ചിട്ടില്ല. അതാണ് കാരണം. അപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ള പല പോയിന്റുകളും എനിക്ക് തോന്നുന്നു അതെല്ലാം ഈ മിക്സ്ചർ ഓഫ് ഇതാണ്, ബേസിക് ഇമോഷൻസ് ആണ് ഞാൻ കണ്ടത്. പിന്നെ വേസ് ടു അച്ചീവ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ പോയിന്റ്, വലിയ പോയിന്റാണ് ഡ്രാഗ് തോട്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ തോട്ടുകൾ ആ സമയത്ത് ഡ്രാഗ് ചെയ്യാൻ പറ്റിയാൽ ചിലപ്പോൾ ഇത് രക്ഷപ്പെട്ടു പോകും. വിക്ടർ ഫ്രാങ്കിളിന്റെ ഒരു വലിയ കോട്ട് ഉണ്ട്, അതായത് ബിറ്റ്വീൻ ദ സ്റ്റിമുലി ആൻഡ് ദ റെസ്പോൺസ് ദർ ഇസ് എ സ്പേസ്, ആൻഡ് ഇഫ് യു ക്യാൻ യൂസ് ദാറ്റ് സ്പേസ് പ്രോപ്പർലി പ്രാക്ടിക്കലി ദെൻ യു വിൽ ബി ഏബിൾ ടു സോൾവ് പ്രോബ്ലംസ്. കാരണം പലപ്പോഴും നമ്മൾ ഒരു സ്റ്റിമുലി വരികയാണ്, ഒരാളെ നമ്മൾ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെട്ട് പറയുമ്പോഴേക്കും മുമ്പ് നമ്മളൊന്ന് ആലോചിക്കുക, ഒരു മിനിറ്റ് ഞാൻ നോർമലായിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, ഒരു മിനിറ്റ് എനിക്ക് വേണ്ടിയിട്ട്. ആ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയെ, അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുക എന്നൊക്കെ പറയും, പക്ഷെ അത് ഇഞ്ചൂറിയസ് ടു ഹെൽത്താണ്, ഇവിടെ ഉപയോഗിക്കാൻ പാടാത്ത പദമാണ്. അല്ലെങ്കിൽ അങ്ങനെ മനസ്സിന്റെ ബാൽക്കണിയിൽ കയറി നിന്നുകൊണ്ട് വിദൂരത്തിലേക്ക് നോക്കി ചിന്തിച്ച് ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക എന്നതിന് പറയാം. അപ്പോൾ അതാണ് ഡ്രാഗിങ്. ആ നിമിഷം ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇതാണ് മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറഞ്ഞിട്ടുള്ള വിക്ടർ ഫ്രാങ്കലിന്റെ ബുക്കിൽ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോട്ടാണിത്. അപ്പോൾ ഇത് വളരെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഡ്രാഗിങ് ദ തോട്ട്സ്. എന്നിട്ട് സ്ലോലി കം നെഗറ്റീവ് പോസിറ്റീവ്ലി കടന്നു വരിക. അതുപോലെ ആങ്സൈറ്റി, സാധാരണ ആങ്സൈറ്റിയുള്ള ടോളറൻസ് പറയുമ്പോൾ ഞാനൊക്കെ റിട്ടയർഡ് ആളുകളാണ്. ഞങ്ങൾക്കൊക്കെ പെട്ടെന്ന് എന്താ ജോലി കഴിഞ്ഞ് ഇപ്പോൾ എന്നെ എല്ലാവരും സല്യൂട്ട് അടിച്ചിരുന്നതാണ്, ഇന്നിപ്പോൾ എന്നെ ആരും ഒരു ആൾ പുല്ലരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിനി എന്തായിരിക്കും നമ്മുടെ ഇനിയിപ്പോൾ വാനപ്രസ്ഥമാണോ, നമ്മൾ എവിടേക്കാണ് പോകുന്നത്, ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ വരുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ഇതാണ് ആങ്സൈറ്റി. പക്ഷേ നമുക്ക് പലതും ചെയ്യാൻ പറ്റുന്നുള്ളത്, റിട്ടയർമെന്റ് കഴിഞ്ഞാലും പലതും ചെയ്യാൻ പറ്റും. ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് എൻ്റെ പല കാര്യങ്ങളും ഞാൻ ചെയ്തത്, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ടോളറൻസ്, അത് നമുക്ക് ആ ആങ്സൈറ്റിയിൽ നമ്മൾ മാറിപ്പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യുക, അത് വലിയൊരു കാര്യമാണ്. നമ്മൾ ഈ സ്ട്രോക്ക് എക്കോണമി എന്നൊക്കെ സാബു സാറൊക്കെ പറയുന്ന സ്ട്രോക്ക് എക്കോണമി ഉണ്ട്, 5 സ്ട്രോക്ക് എക്കോണമി. അപ്പോൾ ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പം നെഗറ്റീവ് സ്ട്രോക്ക് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ, അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുക, വിട്ടുകളയുക. അതാണ് ശരിയായിട്ടുള്ള ആ ഒരു റാഷണൽ തിങ്കിങ് എന്ന് പറയുന്നത്. അതുപോലെ പറഞ്ഞ സെൽഫ് അവയർനെസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ചത്. മെഡിറ്റേഷൻ, അതൊക്കെ വളരെ, മെഡിറ്റേഷനിലെ ഏറ്റവും നല്ലൊരു കാലത്ത് എനിക്ക് ഗ്രൗണ്ടിങ് എന്ന് പറയും. അതായത് ഞാൻ ഭൂമിയിലാണ് നിൽക്കുന്നത്, എൻ്റെ ചുറ്റും വൃക്ഷങ്ങൾ ലതാദികളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു സംഗതി മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഞാൻ എൻ്റെ ചുറ്റും വെളിച്ചമാണ്, അവിടെ എൻ്റെ വൈഫ് അവിടെ ഇരുന്നുകൊണ്ട് പാചകം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് മൈൻഡിലേക്ക് അത് കൊണ്ടുവരിക. അതും ഒരു മെഡിറ്റേഷനാണ്. അതിനാണ് എർത്തിങ് എന്നല്ല, ഗ്രൗണ്ടിങ് എന്ന് പറയും. നമ്മൾ ഇപ്പൊ ഭൂമിയിലാണ് നിൽക്കുന്നത്, അതാണ് നമ്മളെ അഡൽട്ട് ഈഗോ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ. ആദ്യം നമ്മൾ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അഡൽട്ട് ഈഗോ സ്റ്റേറ്റിലായിരിക്കും. അതുപോലെ ജോക്സ് സാധാരണ പറയില്ല, പലരും മൗനിയായിട്ട് ഞാൻ കണ്ടിട്ട് വാട്സാപ്പിൽ അവരുടെ DP-ക്ക് അടിയിൽ ഒരു ക്യാപ്ഷൻ ഉണ്ടാവും, ഐ എം ബിസി, ഡോണ്ട് ഡിസ്റ്റർബ്. വളരെ അവരുടെ അടുത്തൊന്നും നമുക്ക് ആരോടും മിണ്ടാനോ ചിരിക്കാനോ ഒന്നും അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കില്ല. പക്ഷെ ചിലരുണ്ട് വളരെ ജോവിയലായിട്ട് കാര്യങ്ങൾ എഴുതി വെക്കുന്നത്, അപ്പോൾ അവനറിയാം അവൻ്റെ ഇമോഷൻസ് റൈറ്റ് ഇമോഷൻസ് ആണെന്ന്. അപ്പോൾ അവരോട് സംസാരിക്കാനൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. വളരെ നല്ലൊരു ക്ലാസ്, നല്ല റേറ്റിംഗ് കൊടുക്കും, കാരണം എല്ലാ പോയിന്റുകളും കവർ ചെയ്തു. ഇനിയും ഇങ്ങനെ നല്ല ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഓന ടീച്ചർ പറയും. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാനും പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ ആകും, എത്ര റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒത്തിരി മനസ്സിലാകുന്ന രീതിയിൽ, ഒന്നും അറിയാത്ത പിന്നെ സൈക്കോളജി ആയിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തവർക്കും ഒന്നും അറിയാത്തവർക്കും കയറി വന്നിരുന്നാൽ എല്ലാം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു. പിന്നെ ഇമോഷൻസ് എല്ലാവർക്കും ഉണ്ട്. ഇമോഷൻസ് ഇല്ലാതിരുന്നാൽ നമ്മളെ പിന്നെ ഒന്നിനും കൊള്ളാതെ പോവുകയല്ലേ. പക്ഷെ ആ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യുന്ന ആ ഒരു
കാര്യമാണ് ആളുകൾക്ക് അറിയാൻ മേലാത്തത്. അപ്പം ഈ ഒരു ആവറേജിന് മുകളിലുള്ള ആളുകളൊക്കെ ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതിൻ്റെ താഴെയുള്ളവർക്ക് അതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. അവർക്ക് അപ്പം വിചാരിക്കുന്ന പോലെ പെരുമാറുന്ന ഒരു സ്വഭാവമുണ്ട്. ആ ഒരു അവയർനെസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദേഷ്യപ്പെടണമെന്ന് തോന്നി അപ്പം അങ്ങ് ദേഷ്യപ്പെട്ടേക്കും. ഒരു പോസ് ഇല്ല. ഒരു ആവറേജ് താഴെയുള്ള മുഴുവൻ ആളുകളും അങ്ങനെയാണെന്ന് തന്നെ പറയാം. ആവറേജ് താഴെ അങ്ങനെ അല്ലാത്ത ആളുകളില്ല. അപ്പം ഇറ്റ് ടേക്സ് സംതിങ് മോർ ദാൻ ഇന്റലിജൻസ് ടു ആക്ട് ഇന്റലിജന്റ്ലി. അത് ഒരു ആവറേജിന് മുകളിലുള്ള ആളുകൾക്കേ അത് പറ്റുള്ളൂ. അപ്പം കുട്ടികളെ ആണേലും സ്കൂളിലാണേലും ചെറുപ്പം മുതലേ നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ പെട്ടെന്ന് പ്രതികരിക്കരുതെന്നൊന്ന് പഠിപ്പിക്കാനുള്ള ഒരു അവസരം ശരിക്കും പറഞ്ഞാൽ ഇല്ല. നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അതിനും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാഠ്യപദ്ധതി തന്നെ അങ്ങനെ ഒരു പരിപാടി വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ സാധാ ഒരു 10 വരെയെങ്കിലും പഠിക്കാതിരിക്കുകയല്ലോ കുട്ടികളൊക്കെ. ആ സമയത്ത് ഇതിനെപ്പറ്റി ഒരു ധാരണ കുറച്ചെങ്കിലും കിട്ടിയാൽ ഒന്ന് ചിന്തിക്കുമല്ലോ. ആരെങ്കിലുമൊക്കെ ഇതിലും കൂടുതൽ ആളുകൾ ചിന്തിക്കുമല്ലോ എന്ന് എനിക്ക് തോന്നുവാണ്. നല്ല ക്ലാസ് ആയിരുന്നു. ഇടയ്ക്ക് എല്ലായിടത്തും പോയി ഇങ്ങനത്തെ ഈ ക്ലാസ് എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു വെരി മച്ച്. ആളെ അറിയില്ല, എന്നാലും നല്ല ക്ലാസ് ആയിരുന്നു. പെരുമ്പാവൂർ സ്വദേശിയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിൽ ജോലി ചെയ്യുന്നു. പക്ഷേ ട്രെയിനിങ് തലത്തിലൊക്കെ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. റോയ് സർ. അഭിസാറിന്റെ ക്ലാസ് വളരെ പ്രയോജനപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു. കാരണം വൈകാരികമായ കൺട്രോൾ എല്ലാവരും ആഗ്രഹിക്കുന്നു, പക്ഷേ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ സാറ് എമോഷണൽ ഇന്റലിജൻസിന്റെ ഘടകങ്ങൾ, ഈ എമോഷൻസ് എന്തൊക്കെയാണെന്ന് കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞു. അതായത് ബേസിക് ആക്കിയിട്ടുള്ളതും സെക്കൻഡറി ആയിട്ടുള്ളതും സോഷ്യൽ എമോഷൻസും എല്ലാം വളരെ ക്ലാരിറ്റിയോട് കൂടി വിശദീകരിച്ചു തന്നു. പിന്നെ അതിനൊക്കെ പ്രധാനമായിട്ട് സാറ് പറഞ്ഞ അതായത് എമോഷണൽ ലിറ്ററസി ഇസ് നോട്ട് അഗെയിൻസ്റ്റ് ദി പേഴ്സൺ ബട്ട് ഫോർ ദി പേഴ്സൺ എന്ന് പറഞ്ഞു. അതൊരു ഇതിൽ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ആശയം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഈ എമോഷണൽ ഇന്റലിജൻസ് എന്ന കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഡിസിഷൻ മേക്കിങ്ങിന്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണം. ഇതിലൊക്കെ ഒരു മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇതൊരു അത്യാവശ്യ ഘടകമാണ് എന്ന് മനസ്സിലാക്കി തന്നു, അതിൻ്റെ ഉദാഹരണങ്ങൾ സഹിതം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാമെന്ന് സാറ് ആദ്യമൊന്ന് വിശദീകരിച്ചു. പിന്നെ അത് എഗനിസ്റ്റ് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ഭംഗിയായി വിശദീകരിച്ചു, എക്സാമ്പിൾ സഹിതം. എന്നിട്ട് ലാസ്റ്റ് അതെങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാമെന്ന് വളരെ വിശദമായിട്ട് 9 ഘടകങ്ങളാണ് പറഞ്ഞു. ഏതായാലും വളരെ ഇൻഫ്ലുവൻഷ്യലാണ്. കാര്യങ്ങൾ ഇത്രമാത്രം ഘടകങ്ങൾ വിശദീകരിച്ചപ്പോൾ തന്നെ അത് നിയന്ത്രിക്കാനും അത് നമുക്ക് പറ്റും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഗൈഡ് ലൈൻസ് ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. ജോർജ് സാർ, എലിയമ്മ മാം, കുഞ്ഞോയി മാസ്റ്റർ, ദീപ മാം, ആർക്കെങ്കിലും? വിൻസെന്റ് സാർ, സരസ്വതി മാം ഫ്രീ ആണെങ്കിൽ അഡ്മിറ്റ് ചെയ്യൂ. ദീപ മാം, കുഞ്ഞോയി മാസ്റ്റർ, എലിയമ്മ മാം, സരസ്വതി മാം, വിൻസെന്റ് സാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എബി ഒരു കൺക്ലൂഷൻ പറഞ്ഞ് നോക്കുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞ ഈ ക്ലാസ്സിലെ കുറിച്ച് പറഞ്ഞ നല്ല അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വലിയൊരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നെക്കാളും വളരെ പ്രഗത്ഭനായിട്ടുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. ഇതുപോലൊരു വേദിയിൽ ഇതുപോലൊരു പ്രോഗ്രാം ചെയ്ത് പറയാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സാബു സാറിനോട് എൻ്റെ പ്രത്യേകമായ നന്ദി പറയുകയാണ്. വേറെ കൂടുതലൊന്നുമില്ല. നമുക്ക് കൂടുതൽ നല്ല മനുഷ്യരായി തീരുവാൻ നമുക്ക് പരസ്പരം സഹായിക്കാം. താങ്ക് യു. ഓക്കെ, ഇതുപോലെ പുതിയ സെഷൻസ് നമുക്ക് ഇനിയുള്ള ശനിയാഴ്ചകളിലെല്ലാം നമ്മൾ ഈ പറയുന്ന ലൈഫ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇതുപോലെ ക്ലാസ്സുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. ആരെങ്കിലും താല്പര്യമുള്ളവരെ ക്ഷണിക്കുകയും ചെയ്യാം. ഓക്കെ. ഓക്കെ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും പേഴ്സണലി പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇല്ല, ഒന്നും അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം താങ്ക് യു ജോഷ് സാർ, താങ്ക് യു റോയ് സാർ, അങ്ങനെ ടീച്ചർ. താങ്ക് യു. എവിടെയാ ജോലി ചെയ്യുന്നതെന്ന്? ഞാൻ 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 ഗവൺമെന്റ് സർവീസിലാണ് ജോലി ചെയ്യുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റാ? സിവിൽ സപ്ലൈസ്. സിവിൽ സപ്ലൈ ഓഫീസർ. ഓക്കെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ, Thank you. Good night to all. It was a nice experience.